ஹலோ guys, வெல்கம் டு தமிழ் பசங்க ரியாக்ஷன். ஸோ இனி நம்ம பார்த்தீங்கன்னா ஒரு ஃப்ரைடே மூவி, அதாவது ஒரு மலையாள மூவி தான் பார்க்க போகிறோம். ரீசன்ட் ரிலீஸ் இது. ஓடிடி வந்தவொடனே அவங்க கமெண்ட்டில் போட ஆரம்பிச்சிருவாங்க. எந்த வீடியோ போட்டாலும் அதில் கமெண்ட்டில் போட்டுருது. நிறைய கமெண்ட் வந்தது, அதனால தான் சூஸ் பண்ணுது. சரி, இன்னைக்கு நம்ம அர்ஜுன் அசோகனோட தலைவரா அதான் பார்க்க போகிறோம். ஸோ இதோட டிரான்ஸ்லேஷன் வந்து ஃபேட் லைன், தலையெழுத்து தான் அப்படி சொல்லி போல. ஓகே, ஸோ இந்த படத்தை டைரக்ட் பார்த்தீங்கன்னா அனில் குமார், ரிட்டன் பை அவரே தான், அண்ட் அப்பு அஸ்லாம். ஸோ இந்த படத்தில் கேஸ்டிங் பார்த்தீங்கன்னா அர்ஜுன் அசோகன், ரேவதி சர்மா. ஸோ மெயினான கேஸ்டிங் இவங்க தான் நினைக்கிறேன். அண்டு நம்ம ஆல்ரெடி சொல்லும் போது தலையெழுத்து தான் படத்தோட டிரான்ஸ்லேஷன். ஸோ இட்ஸ் இந்தியன் மலையாள லாங்குவேஜ் கம்மிங் ஆஃப் ஏஜ் ட்ராமா ஃபிலிம். ஸோ கேஸ், ஸோ இதை பற்றி கேஸ்டிங் எல்லாமே. ஸோ நம்ம தலையெழுத்தை போய் பார்க்கலாம். ഹലോ ഫ്രണ്ട്സ്, പണ്ട് ഒരുപാട് ഹിറ്റ് ചിത്രങ്ങൾ സമ്മാനിച്ച ഡയറക്ടർ ബോംബെ രാജിന്റെ മകൻ വിനായക് രാജ് ആദ്യമായി അഭിനയിക്കുന്ന ബൂട്ട് കട്ട് എന്ന സിനിമ റിലീസായിരിക്കുകയാണ്. അപ്പോൾ സിനിമയ്ക്ക് അത്ര വലിയ ഹൈപ്പൊന്നുമില്ല. എന്തായാലും സിനിമ വിട്ടിരിക്കുകയാണ്. നമുക്ക് ആൾക്കാരുടെ അഭിപ്രായം ചോദിക്കാം. ഏട്ടാ, പടം എങ്ങനെ ഉണ്ടായിരുന്നു? ക്ലൈമാക്സ് ഒക്കെ ഹെവി ഐറ്റം. ബ്രോ, പടം എങ്ങനെയുണ്ട്? സൂപ്പർ. ചേച്ചി, പ്രതീക്ഷയില്ലാതെ വന്നതാ. അമേസിംഗ്. കൊള്ളാല്ലേ സംഭവം കൊള്ളാം. ഏട്ടാ, പടം എങ്ങനെയുണ്ട്? ഇതാണ് നിന്റെ അച്ഛൻ്റെ സീരിയസ് ഹോസ്പിറ്റൽ കേസ്. നീയല്ലത് അല്ലാന്ന്? എടാ പുളുകാണ്ടി, ഒരാളെ പോലെ 7 പേരുണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ നിന്നെ പോലെ നീ മാത്രമേ ഉള്ളൂ കേട്ടാ. ഗേൾസ് ഒക്കെ നോക്കുന്നു, വെറുതെ ഇമേജ് ഡാമേജ് ആക്കി. എന്റെ അല്ല, നിങ്ങളുടെ വെറുതെ മാട പറഞ്ഞ പോലെ. എല്ലാ വെള്ളിയാഴ്ച നീ ലീവ് എടുത്ത് സിനിമയ്ക്ക് പോ, ഞാൻ ഇവിടെ കിടന്ന് പണിയെടുക്കാം. അത്രയ്ക്ക് സിനിമ പ്രാന്തങ്ങൾ സിനിമയിൽ അഭിനയിക്കാൻ പോടാ. എന്തിനാണ് എന്നെ പണിയെടുക്കുന്നത്? തോലവ് എന്താ പറഞ്ഞേ? നീ ഇപ്പൊ എന്താ പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. നീ എന്നെ തെറി പറഞ്ഞ? ഇല്ല. നീ എന്താ പറഞ്ഞേ? അല്ല, സിനിമയിൽ അവനിക്ക് പൊക്കോട് വെച്ച് പോയാനെന്ന് പറഞ്ഞ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, വിട്ടോ. എനിക്ക് ആര് സിനിമയിൽ എടുക്കാനാ? ഞാൻ ഇവിടെ ഡീസന്റ് ആയിട്ട് ഒന്നോളാം. അറിയപ്പോടാ, ഇറങ്ങി പോയാൻ പോക്കണം കേട്ടോ. തൂമള് ഏതോ ബംഗാളിയാണ്ടാ. കിടിലൻ കൊച്ചി. പിഞ്ചി പിള്ളേരാടാ കളവാത്. നീയെ പറ്റേ എന്താണ്ടാ ഡമ്മി ഒന്നില്ലേ? അവൻ വരുന്നതിന് മുമ്പേ ഇറങ്ങി. എന്തേ പണിന്ന് തൂക്കിയടാ. ഇത് ആദ്യമായിട്ടൊന്നല്ലല്ലോ, കസ്റ്റമേഴ്സ് ഒന്നും വരില്ലല്ലോ. അതുകൊണ്ടാണ് നിന്നെ ഒന്നും പഠിക്കെടുക്കാത്തത്. വേണ്ട, നമുക്ക് ഓൺ ബിസിനസ്. അതെ, മൾട്ടിനാഷണൽ കമ്പനി. തക്കാളി 2 കിലോ 100, 2 കിലോ 100, ഇഞ്ചി ഇതല്ലേ. പെർഫെക്റ്റ്. പിടിച്ചോ വണ്ടി കേട്ടിക്ക്. എന്തായാലും നിങ്ങളെ തൂക്കി. അപ്പൊ നിങ്ങൾക്ക് 2 മൊബൈലും കൂടി തൂക്കിയതിൽ അവിടെ നിന്ന് ഓർഡർ അവിടെ നിന്ന് മൊബൈലൊക്കെ തൂക്കി അവരറിയും. ഹെഡ്ഫോൺസ് ആണെങ്കിൽ അറിയില്ല. എത്ര നേരമായിട്ടാ നിന്നെയൊക്കെ വിളിക്കണത്? എന്റെ ഫോൺ ഓഫ് ആയിരുന്നു. എന്റെ സൈക്കിൾ കാണുന്നത് അതിന് അവനെ പിടിച്ചടിക്കുന്നത് ചോദിച്ചു ഡയറി മിൽക്ക് പറഞ്ഞിട്ട് സൈക്കിൾ കൊണ്ടുപോയത്. ഇത് വേറെ തിരിച്ചു വന്നിട്ടില്ല. പെണ്ണ് പോയിട്ട് എത്ര നേരമായെന്നറിയോ? മനുഷ്യന്റെ ഉയിര് പോയി നിൽക്കാം. പകുതി വീട്ടുകാരൻ അച്ഛനെവിടെ? വേണ്ടേ? അമ്മളെ, എന്റെ മോൾ ഇങ്ങോട്ട് വേണം വന്നോ? മിഠായി വാങ്ങാനല്ലോ. ഇല്ല വേണപ്പാ. എന്തേ അവിടെ ഇല്ലേ? ഇല്ല, അവളെ വീട്ടിൽ കാണുന്നില്ല. കൂട്ടുകാരുടെ അടുത്തോളം പോയതായിരിക്കൂടാ. എത്ര പറഞ്ഞേ? விரும்பாண்டிடா. ആ ടിവിയുടെ ബോൾ ഒന്ന് കൂട്ടി. இந்த பழைய படத்தில் ஏதோ பார்த்தோம்ல, ஒரு എവിടെ പോയോ? എവിടെയെങ്കിലും പോട്ടെ. എന്റെ സൈക്കിള് ഏട്ടാ, സൈക്കിളിലാണ് വീട്ടിൽ കയറ്റില്ലത്. എന്താണ്? ഞാൻ പറഞ്ഞു സെറ്റാ. അമ്മാരവളുടെ കൂട്ടുകാരുടെ വീട്ടിലൊക്കെ തിരക്കി. അവിടെ ഒന്നും അവിടെ ഇല്ല. തമ്മി അടിച്ചിരുന്ന ഓട്ടത്തിലാന്ന് തോന്നുന്നു. വിളിച്ചിട്ട് എടുക്കല്ല. ഞാൻ പണ്ട് ഇത്രയും നേരമില്ലേ, പോലീസിൽ വിളിച്ച് പറഞ്ഞാലോ? ഞാൻ പറയാൻ പോകുന്നു. അല്ല, നീ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് என்னடா அது இதுக்கெல்லாம் போறேன். എന്റെ ദൈവമേ, ഒരു നിലവിളക്ക് തരാം. എന്റെ കൊച്ചിനെ തരണേ. இவரா? இவங்களாம் இன்ஸ்டா தானே போவாங்க, என்னத்துக்கு ஃபேஸ்புக் போனாங்க? ஃபேஸ்புக் பற்றி தெரியலடா. அதுதான் தாண்டா நீங்க. யார் வண்டியோ பொண்ணு கல்யாணம் ஆயிடுச்சு.
ഇവന്റെ വീട്ടുകാരും കൂടി പഴം തമ്മിൽ കൊള്ളും. പെണ്ണിനെ കടത്തിയത് ഞങ്ങൾ എപ്പോഴാണ് അറിഞ്ഞത്? മതേടി നടുപ്പ് കുടുംബം മൊത്തം ഫ്രോഡുകളാ. ക്രിസ്ത്യൻ அவங்க നിനക്ക് ഈ ഒന്നിനും വയ്യാത്തവനെ അല്ലാതെ വേറെ ഒരുത്തനും കിട്ടിയില്ലേ? അവനും അവന്റെ ഒരു പോട്ട വണ്ടി കുപ്പ വണ്ടിയാണോ അത്? ഇലക്ട്രിക് കുപ്പ വണ്ടി. കണ്ടാ കൂടെ നടന്ന് പെങ്ങളെ അടിച്ചിട്ട് പോയത്. ഇനി ഏതെങ്കിലും ഒരുത്തനെ വീട്ടിൽ കയറ്റാലുണ്ടല്ലോ. അതിനെ ആരടിച്ചിട്ട് പോകാനാണ് ഇവരെന്തൊക്കെ ഈ ആശുമ എന്നെ ആരും അടിച്ചോണ്ടൊന്നല്ല, ഇതൊരു സ്വന്തം തീരുമാനമാണ്. തീരുമാനം എടുക്കാൻ മാത്രം ആയോടി നീ? ഇവിടുത്തെ തല്ലുണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല ആശമ്മേ. അവൾക്ക് പ്രായപൂർത്തിയായി. അവളുടെ തീരുമാനത്തിനാണ് വില. അവള് തീരുമാനിക്കട്ടെ, പിന്നെ മനസ്സിലാവും. വല്ല വല്ല ആലോചന വരേണ്ട നേരത്താണ്. നോക്കിയിരുന്നോ? പിന്നെന്താടാ ആ വീട് നിന്നെ കണ്ട ആര് പണെടുക്കാനാണ്? എനിക്ക് ഇവന് ഇഷ്ടമാണ്. ഞങ്ങൾ അത് ജീവിക്കാൻ പോവാ. അതിൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ചെലവ് മിച്ചം അവർക്ക്. ഇഷ്ടമാണെങ്കിൽ അവരങ്ങ് ജീവിച്ചോട്ടെ. നീ വാ വാടി. எவ்வளோ பெரிய விஷயம் சிம்பிளா விட்டாங்கல்ல. அவரோட பாயிண்ட் ஆஃப் வியூல அவருக்கு வந்து ஓகே காசு பண்ண மிச்சம். முடியாது. ஒன்று சொல்லிட்டா அவள்தான், வேற எதுவுமே கேட்க. ஜெமினி ஏமால இது ஏதோ இன்டர்வியூ சொன்னால இது அர்ஜுன் அசோகன் இன்ஸ்டால வந்ததுடா. வந்து பயங்கர விக்ரம் ஃபேன் ஜெமினி பாரு. அப்படியா? ഏയ് പുത്തിത്ര ഇവരെ സിനിമ ഫാൻ ആകറാന്ന്. അതെ, ജമിനി ഷൂട്ട് ചെയ്ത് എവിടെയാണേ. അതുകൊണ്ട് ഞങ്ങൾക്ക് വിക്രം സാറിന്റെ കൂടെ അഭിനയിക്കാനും പറ്റി. അങ്ങനെയാണ് സ്ഥലത്തിന് ജമിനി എന്നുള്ള പേര് വന്നത്. ആ പീക്ക് വിക്രം அப்படிலாம். கோயிலுக்குள்ள தமிழ்ல எழுதிது. தமிழ்நாடு பாட்டு இட்டு தான் இருக்காங்களோ? இல்லை ஆமாம், அவங்க ரிசப்ஷனா எப்படிலாம் பண்ணலான்னு அவரு பாரு. டெஸ்டினின்னு இருக்கு. ஒண்ணுதான். இதுவாது பரவாயில்ல, இது கமெண்ட் போட்டு நான் அதான் சொன்னேன், தலை விதின்னு. സോളപ്പിന്റെ ഫോട്ടോ കിട്ടിയാ അവിടെ കാണിക്ക്. കളിക്ക് എന്താന്ന് മുഖത്ത് പറ്റി പിടിച്ചിരിക്കണേ? പണ്ടാ ഇതവിടെ ഇവിടെയാ ആ ഇതാ താഴെ സിംഗത്തിന് മീശ പോലെ ഓടാ വെണ്ണ പണിയും തരുന്നില്ലേ? ഹലോ, ആ എന്താണ് ഏട്ടോ? അവളേക്ക് എന്തോ കിട്ടി വെച്ചിട്ട് പോയി നിങ്ങള്. നീ ആ പോസ്റ്റ് ഡിലീറ്റ് ആക്കിയില്ല? ഞാൻ അതൊക്കെ എന്തോ ഡിലീറ്റ് ആക്കിയതാണ്. വേറെ ആരുടെ അടുത്ത് ഷെയർ ചെയ്യുന്നുണ്ടാവും. എടാ മുദേവി, അവളവിടെ പോയ ആൾക്കാരെ എന്നെ വിളിക്കണം. നിങ്ങളല്ലേ മെയിന്, അതുകൊണ്ട് നിങ്ങൾ നമ്പർ കൊടുത്തു. தமிழ் വന്നില്ല തിട്ടത് കൂടെ. എന്നാലും പാണ്ടേ ഡെമ്മീനെ അവൾക്ക് എന്താ നിന്റെ അത്ര പോലും വെള്ളുമില്ലേ? അതിന് ഇയാൾക്ക് എവിടെ നിന്നാണ് വിളിവ്? മൂടിയിട്ടിരുന്നായ ஆமாடா லைட்டா தமிழ் ഓ സാറുമായിട്ട് പൈസ ചോദിച്ചോട്ടാ മൂട്ടി തരാൻ. ഒരു പാലക്കാടാ ജനിച്ചിട്ട് കുളിക്കാത്ത നീ ദയ്യ ചുപ്രനെ പോലെ ഉണ്ട്. എന്തായാലും നിന്നെക്കാട്ടി ബെറ്റർ ആണ്. സൂപ്പറാടാ. എന്നെ കോളേജിൽ വിടുന്നു ഇല്ലടാ, വീട്ടിൽ ഇലക്ട്രീഷ്യൻ വന്നു. പ്ലീസ്. ഇലക്ട്രീഷ്യൻ പൈപ്പിൽ നിന്ന് വെള്ളം വരുന്നില്ല. അത് പ്ലംബർ. മോട്ടർ കേടായടാ. ഇപ്പൊ കറക്റ്റ്. നിക്കടാ, ഞാനുണ്ട്. മറ്റേ മരമാമിന്റെ ടീഷർട്ട് ഇരിക്കുന്നതാണോ? ഇല്ലടാ, വെള്ളം ഇല്ലാത്ത അലക്കില്ല. നാളെ തരാം. വാടക കുത്തിയ നമസ്കാരമൊന്നല്ലേ? ആ പെണ്ണാണ് എങ്ങനെയുണ്ട്? ഇതാര് പറഞ്ഞു? വേറെ ആര്? നീ തന്നെ. அதான் தவிர டைலாக்ஸ் அவரு ரொம்ப இது பண்ணி கல்வி போயில சொன்னா பொண்ணு இருக்குன்னு சொன்னா எல்லாரும் வந்துருவாங்க. ஆல்ரெடி 4 பேர் ஏறியும் ഡെസ്റ്റിനി അപ്പോൾ ഇതാണ് എനിക്ക് അവളെ കാണാൻ പറ്റുമോ? കണ്ടിട്ടേ പോകും. അത് അമ്മയാണോ? തമിഴ് ഫാമിലിയാണോ? പക്ഷെ അച്ഛൻ മലയാളിയാ. ഒരു പുതിയ വീട് വെക്കുന്നു. പുതിയ വീടാ? ആ, അച്ഛൻ സിംഗപ്പൂരിലല്ലേ. അയാൾ എവിടെ ഇരിക്കട്ടെ, അവളെവിടെ? അവളാ കിട്ടും. ഒരു സൈഡ് என்னடா அவன் தூக்குமுள்ள போகிறான். പോയിണ്ടാ ഇങ്ങ வந்துக்கிறான்னு தெரியல. இவனுங்களே பெரிய பசங்க. അവളെ കണ്ടേ? இங்க இல்ல, கொஞ்சம் உள்ள வைங்கப்பா. ஏய் தம்பி, அந்த குஷன் எங்க வச்சிட்டு போ. ഇങ്ങയാ? ആ, എല്ലാരും എടാ മിന്നലെ ആ പൊടി പെട്ടി തലേച്ച് താഴെ ஏய் விஜயலட்சுமி அது விஜயலட்சுமி அது விஜயலட்சுமிடா മാഞ്ഞു പോയവനാ. பாசன் கீர பாசன் அவங்களது ക്ലീൻ பண்றதுக்கு ஏதாவது டூல் கிடைக்குமா அம்மா? கொஞ்சம் வெயிட் பண்ணுங்க, அதெல்லாம் சந்தியா வாங்க போயிருக்கா. என் பொண்ணுதான் சந்தியா. ക്ലീനിങ് വേണ്ട. നമ്മുടെ വീട്ടിലടാ അറിഞ്ഞുകൊണ്ട് ചെയ്യണ്ടേ. രണ്ടും കൂടി ചെയ്താൽ മതി. റബ്ബർ പാലാ നീ കുടിക്കണത്. എനിക്ക് ഇഷ്ടമല്ല.
ഇങ്ങ പാത്തിട്ട് കടിയില്ല. എന്താടാ ഇന്ന് പടകളൊന്നുമില്ലേ? ആ കിളവന്റെ വീട്ടിൽ ഏതോ വേണ്ടി താമസം പറയുന്നുണ്ട്. ആമാരതിനെ വായ നോക്കാം. കിളവൻ ആ ശ്യാമില്ലേ അവ എന്തൊക്കെ പേരടാ. എന്നാ നിനക്കും പോയിരുന്നില്ലേ? പോന്നു. ആ പെണ്ണിനെ കണ്ട നാഗവല്ലി പോലെ ഉണ്ട്. നമ്മുടെ ടൈപ്പേ അല്ല. കവറാണോ? 15 രൂപ. പേയ്മെന്റ് കാർഡാ ക്യാഷാ? ഇവിടെ UPI എടുക്കില്ല. കാർഡ് അല്ലെങ്കിൽ ക്യാഷ്. என்கிட்ட ஃபோன் மட்டும் தான் இருக்கு. இங்க UPI எடுக்காது. ஏன்? அது வந்து எனக்கு மலையாளம் தெரியும், மலையாளத்திலே பேசுங்க. எனக்கு தமிழும் தெரியும். அப்ப அதெல்லாம் இங்கே இருக்கட்டும், எனக்கு வேணாம். அக்கா ചേച്ചി இல்லன்னு சொன்னா പെണ്ടല്ല ചെയിൻ. ஓ அப்போ உங்க இஷ்டத்துக்கு நாங்க கஸ்டமர்ஸ் ஆடணுமா? അതല്ല, ഇത് നിങ്ങ എടുത്തില്ലെങ്കിൽ എല്ലാം കൂടി ഞാൻ തിരുമ്പി അടിക്കണം. അതുകൊണ്ടാണ്. திருப்பி அடி. മോളെ എടാ കസേര എടുത്തിട്ടേ. മോളെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ ആണോ? വേദന ഉണ്ടോ? വേദന ഉണ്ടാ? വേദന ഉണ്ടാന്ന്. വേദന ഉണ്ട്. അതെ, ഈ UPI എന്നും പ്രശ്നമാണ്. അക്കൗണ്ടിൽ പൈസ കയറിയില്ല, ഓണറുടെ ചീത്ത വെക്കണം. ഒരു കാര്യം ചെയ്യാം, സാധനങ്ങൾ നമുക്ക് ഹോം ഡെലിവറി ചെയ്യും. മോളെ വീട്ടിലേക്ക് വെക്കാം, ക്യാഷ് അവിടെ നിന്ന് കൊടുത്താൽ മതി. ഡാ സാധനങ്ങൾ എടുത്ത് വണ്ടിയിൽ വെക്കും. എങ്ങടാ പോണ്ടേ? முன்னாடி சொன்னீங்க அங்கதான். മുന്നാടിയാ? நான் தாண்டா நாகவல்லி. കോളേജ് പോയ ഫുൾ വേറെ സെന്റ് ടയർഡാകാറാണ്. വാടാ പണിയെടുക്കാം. ഒന്ന് പോടാ സുധീഷേ വാടാ. പോടാ പഠിക്കണടാ. ഇവനാണ് எல்லாரையும் அண்ணன் சொல்லித்தான். நீ ஏன்டா சிரிக்கிற? എന്താപ്പാ? അമ്മ കുറച്ച് ചിക്കനാ. അമ്മ ആ പോട്ടെ. അച്ഛമ്മ പോയിട്ട് വരാം. എവിടേക്കാ? അത് അവർ സിനിമയ്ക്ക് പോവാ. ஆமா போவா அக்செப்ட் பண்ணிக்குவீங்க. അവള് UK പോവാണ്. എന്നെ പേടിച്ചിട്ടാവും. അവിടെ പഠിച്ചോണ്ട് ജോലി ചെയ്യാത്രേ. 1 വർഷം കഴിഞ്ഞ് സോണപ്പനെയും കൊണ്ടുപോകുന്നു. അത് കഴിഞ്ഞ് എന്നെ നിനക്കും അങ്ങനെ എന്തെങ്കിലും നോക്കിക്കൂടെ? കേട്ടാ UK പോണ ഒരു പെണ്ണെ കിട്ടണ്ടേ? അതേപോലെ പുറത്തേക്ക് എവിടെയെങ്കിലും പോവാൻ. ഇത് വെച്ച് ഇവിടെ തന്നെ നല്ലൊരു ജോലി കിട്ടണില്ല. പിന്നെയാണ് UK യിൽ. ആദ്യം നീ ഒന്ന് അന്വേഷിക്കും, എന്നിട്ടല്ലേ. ഒരുത്തി കണ്ടില്ലേ, ഉള്ള ജീവിതം കൊണ്ടുപോയി തോലച്ചു. പറഞ്ഞിട്ട് കാര്യമില്ല, നല്ലത് കിട്ടണമെങ്കിലും ഒരു യോഗം വേണം. ആ സമയത്ത് നല്ല കിട്ടിയ പോലെ എല്ലാവർക്കും കിട്ടുമോ? ആ എനിക്ക് കിട്ടി കുറെ നല്ലത്. ആ ശിവഗിരിയേട്ടൻ എന്നെ കല്യാണം ആലോചിച്ച് വന്നത്. ഡമ്മിയുടെ അപ്പനാ? ആ അയാളെ കെട്ടി ഇവിടെ തന്നെ കിടന്ന് നരയിക്കേണ്ടി വരുമല്ലോ എന്നോർത്ത് ഗൾഫിൽ ജോലിയുള്ള ഇയാളെ കിട്ടി. ഇയാളുടെ ഒരു സിനിമാ പ്രാന്ത് കാരണം ഗൾഫിലും പോയില്ല, ഈ വീട്ടിൽ നിന്നും പോയില്ല. അതുകൊണ്ടാ ഞാൻ പറയണത്, ഒരു ജോലിക്ക് കയറി വീടൊന്ന് വെക്കും. அவங்களே பண்ணிருப்பாங்களே டப்பிங். എത്രയാണ് ഈ പട്ടിക്കുട്ടി കിടക്കുന്നത്? ஸ்லாங் வந்திருக்காதோ? அவன் வாய்ஸ் அவன் ஏர் கண்டிஷனா? ஆமாப்பா. ஆமா துர்காமா அந்த மாதிரி வெயில் அடிக்கும், சூப்பராக இருக்கும். இவங்க வீடு மட்டும் பழைய வீடு மாதிரி இருக்குதுல்ல. അല്ലെങ്കിൽ പിന്നെ വരാം. പുറത്തേക്ക് പോകാനല്ലേ? അകത്തേക്ക് പോവാം. എന്തിനു പറയാം, കയറോ? എല്ലാം പറയാം, വരും. ഫ്ലൈറ്റ് കയറാൻ പേടിയൊന്നുമില്ലല്ലോ. ഇരിക്കും, സാർക്കെല്ലാം കൃത്യമായി ഈ മാഡം പറഞ്ഞുതരും. എന്ത് ഡൗട്ടിനും ചോദിച്ചു. സന്ധ്യ ഫസ്റ്റ് കസ്റ്റമർ, ഓൾ ദി ബെസ്റ്റ്. കേരോ സാർ, കേരോ. യെസ് സർ, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? സാറാ, എനിക്ക് പുറത്തേക്ക് പോകണം. പിന്നെ ഡീറ്റെയിൽസ് ഒന്നും അറിയണം. വിച്ച് കൺട്രി? UK. വിച്ച് കോഴ്സ്? കോഴ്സ് ഡിഗ്രി കഴിഞ്ഞ്. അപ്പം എന്ത് ചെയ്യാ? PG. ആ PG. സ്പെസിഫിക്കേഷൻ? എന്തെങ്കിലും. Aviation. Aviation. What did you think of when you came in here? Don't you know anything about this? I'm talking to you. എൻ്റെ പൊന്നക്ക, വീടിൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞിട്ട് വന്ന ഇവിടെ വന്ന നിങ്ങളെല്ലാം പറഞ്ഞിരുന്നു പറഞ്ഞ് கொஞ்சம் ஹெல்ப் பண்ணுங்க. கண்டிப்பா நாங்க எங்க கஸ்டமர்ஸை டீசெண்டாக தான் டீல் பண்ணோம். டிகிரி என்ன கோர்ஸ் பண்ண? BCom. MBA நல்ல ஆப்ஷன். சூஸ் பண்ணவா? ஈஸ்ட் லண்டன் யூனிவர்சிட்டி 2 year கோர்ஸ். ஐல்ஸ் பண்ண வேண்டியதாக இருக்கும். അതൊന്നും വേണ്ട. മൊത്തം എവിടെ ആകും? മൊത്തം എവിടെ ആകും? ஃபீஸ் செலவெல்லாம் சேர்த்து ஒரு 20 lakhs. 20 lakhs? ஓகே. ஹலோ, ஃபுல் அமௌண்ட் இப்போ பே பண்ண வேணாம். ஒரு 9 lakhs போதும். மீதி அங்கே பார்ட் டைம் ஜாப் பண்ணி பே பண்ணிக்கலாம். അതിന് 9 ലക്ഷം വേണ്ടേ? அது இங்கே லோன் அரேஞ்ச் பண்ண ஹெல்ப் பண்ணுவாங்க. உட்காருங்க. നടക്കൊന്നുമില്ല. உட்காருங்க. உட்காருடா. என்ன முழிக்கிறா? உட்காரு. ஓன் ஹவுஸ் பிளாட் ஏதாவது இருக்கா? വീടുണ്ട്. அப்புறம் என்ன?
5 சென்ட் வீட்டுக்குலாம் 5 to 8 lakhs வரைக்கும் லோன் கொடுப்பாங்க. கவலைப்படாத, பார்த்துக்கலாம். ഹലോ. ഒരു തെറ്റും ചെയ്യാത്ത എന്നെ അവർ കള്ളനാക്കി. ഒരു തെറ്റും ചെയ്യാത്ത അഭിമാനമല്ല, വിഷമം. ഒരു തെറ്റും ചെയ്യാത്ത എന്നെ അവർ കള്ളനാക്കി. ഒരു തെറ്റും ചെയ്യാത്ത എന്നെ അവർ കള്ളനാക്കി. ഇതാ നിങ്ങളുടെ ചോര. താങ്ക് യു ബേബിയെ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഇതൊക്കെ ഒന്ന് കെട്ടിപ്പൊതിഞ്ഞെടുത്തൂടെ? കഥാപാത്രമായി കഴിഞ്ഞാൽ ഞാൻ എല്ലാം മറക്കും. ആക്ടിംഗ് ബൈ ഫാഷൻ. പാഷൻ പാപ്പ പാഷൻ. ഫാഷൻ ഒരു തെറ്റും ചെയ്യാത്ത എല്ലാം തെറ്റിട്ടുണ്ട്. കൊളവാക്കല്ലോ. നമുക്ക് അവിടെ പോയി നിൽക്കാന്ന്. ഞാനില്ല, ചേച്ചി പൊക്കും. വാമോളെ ആശുമ അങ്ങോട്ട് പോട്ടോ. പെരയുടെ മണ്ട നിന്ന് ലോകം കാണാന്ന വിചാരം. കളിയൊക്കെ ചിരിക്കണം നോക്ക്. നീ വീട് വെക്കുമ്പോ 2 നില വീട് വെക്കണോടാ. എന്താന്ന് നിങ്ങക്ക് മോളിൽ നിന്ന് കല്ലാട്ടം കാണണം, അത്രയല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് മണി കണ്ടു വേണ്ടി മോളിലേക്ക് പോവാം. കണ്ടവന്റെ പെരപ്പുറത്തേക്ക് ഞാനില്ല. അതിന് കണ്ടവന്റെ വീടിന്റെ പെരപ്പുറത്താണെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമുള്ളൂ. നിങ്ങൾ വരുന്നു. ஜேசிபியா? ஆமாண்டா. இதுல ஜேசிபி ஹைட்ல தானே பார்க்கணும். பலூன் விட்டாங்க. ஸ்டீவ் ஜாப்ஸ் கிரியேட் பண்ணி பாருங்களா. സന്ധ്യ എനിക്ക് സെറ്റ് ആവണേ. எல்லாரும் சிரிக்கிறா. எதுடா வரணும் டிப்பிக்கல் நம்ம திருவிழா എന്ത് പുള്ളി എടാ, നാട്ടിൽ ഇത്രയും വാടക ഇവിടെ ഉണ്ടായിട്ടും സന്ധ്യ എന്താ എന്റെ വീട്ടിൽ തന്നെ വന്നേ? അവളുടെ തലയെടുത്ത്. ഓ പിന്നെ നീ എനിക്ക് ഹെൽപ്പ് ചെയ്യോ? இப்பதான் புரியுது. ഞാൻ അവക്ക് വേണ്ടിയ കനലിൽ ചാടിയെന്ന്. നിനക്കതാ പ്രാന്താണ്. എടാ ലൗഡാ ലവ്. എന്നെ കൊണ്ട് പറ്റൊന്നുമില്ല. വേണമെങ്കിൽ അമാരത്തെ പറ. ഏയ് അവന്മാരെ കൊണ്ടൊന്നും പറ്റുമെന്ന് തോന്നുന്നടാ. നിനക്കാവുമ്പം അതിൻ്റെ ഒരു സ്കില്ലുണ്ട്. നീ പറഞ്ഞ ആരും വിശ്വസിക്കും. നിനക്ക് അഭിനയിക്കാൻ ഒരു കഴിവുണ്ടാ. അത് ശരിയാണ്. പക്ഷെ ഞാൻ എന്തിനാ പറയണേ? ഏനാ നീ എൻ നൻപണ്ടാ. ജീവിക്കണ്ട. എന്റെ ജീവനില്ല, ഞാൻ അമ്മയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ഇവനെന്താ 6 കളിക്കുന്നു? എന്താ എടാ പറ. ഒന്നെടുക്കല്ലേ പോയേ. ആ നീയാ എന്നത്തെ ഓഫീസിൽ നിന്ന് പോന്ന? കാശെടുക്കാൻ പോയതാ. എന്റെ വീട് വേണമെങ്കിൽ എത്ര കാശൊന്നും കിട്ടില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്? உனக்கு அப்ராட் போனா போதும்ல, அங்க நிறைய ஜாப் ஆப்பர்ச்சுனிட்டிஸ் இருக்கு. அவ்வளோ காசும் ஆகாது. இதப்ப പറയണ്ടേ? எங்க சொல்ல விட்ட? உனக்கு இன்ட்ரெஸ்ட் இருந்ததுன்னா ஃபோட்டோ மற்ற டீட்டெயில்ஸ் எடுத்துட்டு ஆஃபீஸ்க்கு வா. നാളേക്ക് വരെ. പറയടാ. അക്കാ என்ன? സോറി, അന്നേക്ക് UPI മാറ്റർ. இட்ஸ் ஓகே. அவனுக்கு தெரியல போலது அக்கானா சிஸ்டர். പിന്നെ ആൾക്കാരും അവരുടെ ആഗ്രഹം നടക്കാനാണല്ലോ ഇത്രയും വേദന സഹിച്ച് അവർ കണ്ണിൽ ചടന്നത്. പക്ഷേ പാവം അവന്റെ ആഗ്രഹം മാത്രം നടക്കില്ല. നിങ്ങളവന് സെറ്റ് ആവില്ലല്ലോ. അത് തന്നെ എനിക്ക് മനസ്സിലാകാത്തത്. ഞാൻ ഇവിടുത്തെ പല വട്ടം പറയാം നിങ്ങൾ അവന് സെറ്റ് ആവില്ല, നമ്മുടെ റേഞ്ച് ആയില്ലെന്ന്. പിന്നെ പ്രേമത്തിലെ മലറിനെ പോലുള്ള നിങ്ങൾക്ക് ഓൾറെഡി വേറെ ആളുണ്ടാവും നമുക്കറിയാലോ. പക്ഷെ അവൻ കേൾക്കണ്ടേ മണ്ടൻ. அன்னைக்கு நாகவல்லி இன்னைக்கு மலரா? അന്നേക്ക് പാക്കല്ലേ, ഇപ്പൊ പാത്തിട്ടെ. നോക്കണേ നമ്പർ இது நடந்து தெரியுமா? டாடா அது இதுல டாடா ஃப்ரெண்டு கேரக்டர். என்னது இந்த எல்கேஜி போட்டோலாம் பத்தாது, புது போட்டோ வேணும். അക്ക ആളെ കൊണ്ടുവന്ന ട്രീറ്റ് തരും. என்ன அப்ளிகேஷன் ஃபில் பண்ணா டார்கெட்? அக்கா கூப்பிடுறது பாட்டு. സന്ധ്യ ട്രീറ്റ്.
பாட்டுக்கு முன்னாடி கரெக்ட் பண்ணிட்டான். தியாட்டு மஞ்சிமல் பாய்ஸ். കൈകോട് എന്തിന് കൈകോട് വെറുതെ അല്ല സുധീഷേ കളവൻ ദോശണ്ടാ കൈ എല്ലാരും ഇഷ്ടമാണോ? കൈകോട് സൂപ്പർ ബെസ്റ്റ് അടിപൊളി താങ്ക്സ്. കളവാ ഒറ്റയ്ക്ക് മേടിച്ചൂലേ? നിന്ന് മെഴുകാതെ വണ്ടി എടുത്ത് വീട്ടിൽ പോടാ. നെയ്യില്ല അതെന്താ ഞാൻ ഇല്ലാത്ത? നമ്മൾ 3 പേരും വീട്ടിൽ പോ. ஒரு மீம் இருக்கும் தெரியுமா, கேர்ள்ஸ் ஃப்ரெண்ட்ஸ்னு போட்டு കാണും 25 பாய்ஸ் ஃப்ரெண்ட்ஸ்னு பார்த்தா பொழுதுங்க എന്താ നിങ്ങള് സന്ധ്യ കൂടെ സിനിമയ്ക്ക് പോയാ? കൂടുതൽ കളിച്ച അടിച്ചിട്ട് ചെറുക്കലേ പൊട്ടി. നീ കാര്യം പറഞ്ഞ എന്താണ്? ഞാനാണ്ടാ. സന്ധ്യയോടൊപ്പം നീയാ? എന്ത് സിനിമ കാണാൻ പാടില്ലേ? നീയൊക്കെ സിനിമ കാണോ ഗേൾഫ്രണ്ടെ കാണോ എന്ത് വേണേലും ചെയ്യും. ഞാൻ എന്തിനാ കാണുന്നേ? ഞങ്ങളോറും ഫ്രണ്ട്സ് ആണ്ടാ. ഫ്രണ്ട്സാ നിങ്ങളാ? ലവ് തൂക്കിയ ഫസ്റ്റ് ഡയലോഗ് ആണിത്. ഫ്രണ്ട് ബെസ്റ്റി സിസ്റ്റർ. എടാ വെണ്ണ നീ അവള് തമ്മിൽ ഇഷ്ടത്തിലാണ്. ഇഷ്ടത്തിലാ? എടാ പാണ്ടെ, നീ എന്നെയും കൂട്ടി അവളുടെ ഓഫീസിൽ കൊണ്ട് ഇതിലായിരുന്ന? എന്നെ ഞാൻ അവളുടെ അമ്മയ്ക്ക് ചെയ്തു കൊടുക്കുന്ന പണിയൊന്നുമില്ല. അപ്പൊ ഞങ്ങളോ നീ എന്തെങ്കിലും 1 രൂപ പോലും വാങ്ങാണ്ടാണ് അത്രയും സാധനം ലോഡ് ചെയ്ത് കയറ്റിയത് അല്ലടാ സുധീഷേ? എന്നിട്ട് ഇപ്പൊ ഇന്നലെ അവന് വെളിവിലെ ഡോസ് ആണ്ടാ. ആടാ അവൾക്ക് എന്നെ അടിക്കാൻ ഭ്രാന്താണോ? അതാണ് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ടാണ് നിന്നെ ഒന്ന് കൂട്ടാതെ ഇവനെ കൊണ്ടുപോയി. അപ്പൊ എനിക്ക് ഗ്ലാമർ തോന്നുമല്ലോ അല്ലേ? പക്ഷെ പാണ്ഡേ നിന്റെ പോലെ ആ കൊച്ചിനില്ലാതായി പോലടാ. ഒരു കോട്ടെടുത്ത ഷോപ്പിലൊന്ന് മാറട്ടെ. ഈ മെയ്ഡ് മെയ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാ എന്താണ്? ചക്ക ഉഴുത്ത ചക്ക. ഇത് പോടാ. എടാ എനിക്ക് മനസ്സിലാവത്തോണ്ടാടാ. ഏതാ സോറിടാ. ഫോട്ടോ എടുക്കാൻ വന്നാടാ. ഇവിടെ ഷോർട്ട് ഫിലിം ഷൂട്ട് നടക്കടാ. ഒന്ന് വെയിറ്റ് ചെയ്യടാ. ஒரு ஸ்டுடியோ தான் இருக்கா? ரெண்டு கடை ഇവിടെ ആരുമില്ലടാ. ആരുമില്ലേ? അവനോട് പോയി. பைட்ஸா என்னடா അവർക്ക് ചാൻസ് கிடைக்கும். ஷார்ட் ஃபிலிம் ആ മുതവി വന്നത് ഹാഫ് മൈനില്ല. മനുഷ്യ എന്താടാ പോയിടാ. എടാ പ്രവീണേ ഇനിയിപ്പോ ആരെ കൊണ്ട് പോലീസ് സ്റ്റേഷൻ ചെയ്യിപ്പിക്കുക? ഞാൻ ഡബിൾ റോൾ ചെയ്യണം. എടാ നീ തന്ന റോള് മര്യാദക്കാണ്. നമുക്കൊന്ന് ഷൂട്ട് മാറ്റിയാലോ? എടാ നീ ഇത് ഇന്ന് തന്നെ ചെയ്ത് തീർക്കാൻ നോക്കട്ടാ. ഇപ്പൊ എത്ര ദിവസമാണ് സ്റ്റുഡിയോ അടിച്ചിട്ടുണ്ട്? ഇത് ഇപ്പൊ തന്നെ വെയിറ്റ് നിൽക്കണ്ട. പോയി ഇപ്പൊ ആൾക്കാർ ജോയിസ് നോക്കാൻ വരാൻ തുടങ്ങി. ഓപ്പ് പ്രവീണെ, നീ ആരെങ്കിലും വെച്ചൊന്ന് പരിപാടി പിടുത്തപ്പെടാൻ നോക്കിയേ. ഏട്ടാ നിങ്ങൾ അഭിനയിക്കൂ എന്റെ ഷോർട്ട് ഫിലിമിൽ? ഇല്ല ടെൻഷൻ അടിക്കൊന്നുമില്ല. ഇല്ലടേ കടയിൽ കയറാണ്ട്. ഏട്ടാ സിമ്പിൾ പരിപാടിയാണ്, ഞാൻ പറഞ്ഞ് സെറ്റ് ചെയ്ത് തരാം. ഇല്ലടാ അത് ശരിയാവില്ല. ചെയ്തു നോക്കട്ടാ, എന്നല്ലല്ലോ അറിയോ ശരിയാവില്ല. അതെ ഒന്ന് ഹെൽപ്പ് ചെയ്യടാ പ്ലീസ്. ഓക്കെ പ്ലീസ് ഏട്ടാ. ഞാൻ എസ് എ വിഷ്ണുബുദ്ധൻ. പറബുദ്ധ എന്റെ തോക്ക് കാണുന്നില്ല. തോക്ക് അവിടെ പോയി. അതല്ലേ സമയം കാണുന്നില്ല എന്ന് പറഞ്ഞു. ഒന്ന് നിരത്തി നോക്കി പറഞ്ഞു, അല്ലെങ്കിൽ സസ്പെൻഷൻ ഡിസ്മിസിലാവും. മതി ഇങ്ങനെ ചെയ്താ ടേക്ക് പോവാം. പോ റെഡി ക്യാമറ വെച്ചോ. ആദ്യം ആംഗിൾ പോവാം. ഇല്ല ഇത് ശരിയാവില്ല. എന്താടാ എന്താ പറ്റി? ഇതെന്നെ കൂടെ നടക്കില്ലടാ. ഇപ്പൊ ചെയ്തപോലെ ചെയ്താൽ മതി. ക്യാമറ ഇല്ലെങ്കിൽ പിന്നെങ്കിലും നോക്കായിരുന്നു. ക്യാമറ ഇല്ലാണ്ട് എങ്ങനെ ഷൂട്ട് ചെയ്യാം? ക്യാമറ ഉണ്ടെങ്കിൽ ശരിയാവില്ല. ക്യാമറ നിങ്ങൾ എന്താ ചെയ്യാ? എനിക്ക് പറ എന്താ പ്രശ്നം? എന്നെ അതിൽ കൂടി കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. എന്റെ ഏട്ടാ, ക്യാമറയിൽ നിങ്ങളുടെ ഭംഗിയല്ല ഷൂട്ട് ചെയ്യണത്, പെർഫോമൻസാ. വാ പിന്നെ നന്നായിട്ട് പെർഫോം ചെയ്താ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അതുകൊണ്ട് നേരത്തെ ചെയ്ത പോലെ അടിപൊളിയായിട്ടുണ്ട് ചെയ്താൽ വരട്ടെ അങ്ങോട്ട് ഉള്ളിന്ന്. സെറ്റല്ലേ? നോക്കിയാലോ? ആക്ഷൻ. എന്റെ തോക്ക് പോയി ഒരു കുഴപ്പമില്ല. കൂടി നോക്കാം. ഓക്കെ റെഡി? ആക്ഷൻ. നോക്കിയിട്ട് കുഞ്ഞു ചിരി, ലൈറ്റായിട്ടൊരു കള്ളച്ചിരി. ഇതാണ് പ്രശ്നം. ഇനിയിപ്പോ എന്താ പ്രശ്നം? கேமரா ஃபியர் போச்சு. நம்ம ஷார்ட் ஃபிலிம் எடுத்து விடுமோமே. எப்படி எடுக்கக்கூடாதுன்னு ஒரு ஷார்ட் ஃபிലിം. അത് നന്നായിട്ടുണ്ടായിരുന്നുണ്ടാ. നീ പറഞ്ഞ ഞാൻ ചെയ്തു, അത്രേ ഉള്ളൂ. നിങ്ങൾ ഇതിനു മുന്നേ എന്തെങ്കിലും അഭിനയിച്ചിട്ടുണ്ടോ? സ്കൂളിൽ പഠിക്കുമ്പോൾ കുറെ ഡ്രാമ ചെയ്തിട്ടുണ്ടായിരുന്നു, 8ാം ക്ലാസ് വരെ. ഇതൊന്നും വന്നില്ലായിരുന്നു ഞാനൊക്കെ. പിഗ്മെന്റേഷൻ
ഇതാ ഹലോ ചേച്ചി ഞാനേ ഹോസ്പിറ്റൽ ഞാൻ വിളിക്കാം ആ പെപ്സിയിലോ വെച്ച് കുടിക്കണം. ബാദാം മിൽക്കിന് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? സിനിമയിൽ എനിക്ക് ആർക്കും ഇൻട്രസ്റ്റ് ഇല്ലാത്തത്. ഇതൊക്കെ നമ്മുടെ നാട്ടിലൊരു സിനിമേൻ്റെ ഓഡിഷൻ നടക്കുന്നുണ്ട്, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അയ്യേ എന്തിനൊക്കെ പറ അവനൊക്കെ യൂസ് ആവും. നിങ്ങളിത് ഏത് കാലത്താണ് ജീവിക്കുന്നത്? നിങ്ങൾ ഈ പറയുന്ന ലുക്ക് കണ്ടിട്ട് മാത്രമാണോ സിനിമയിൽ എടുക്കുന്നത്? അതൊക്കെ മാറി ഇപ്പം അങ്ങനെയൊന്നും അല്ല. എൻ്റെ ഏട്ടാ കഴിവുണ്ടോ, കഷ്ടപ്പെടാൻ പറ്റുമോ, ലുക്കൊന്നൊരു വിഷയമല്ല. ആ എടാ അതിനെ കുറച്ച് ഭാഗ്യമൊക്കെ വേണോടാ. നിങ്ങളിവിടെ ഫോട്ടോ എടുക്കാൻ വന്നല്ലേ, എന്നിട്ട് അഭിനയിച്ചില്ലേ? എൻ്റെ ഏട്ടാ ഓഡീഷൻ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്ക്, കിട്ടിയാലുണ്ടല്ലോ തലവര മാറും. Christian ചെയ്യാൻ പോലെ. அவசரம் தலையெடுத்து மாறும் தான் சொன்னோம். തലയോ ഇടി. ഗുഡ് മോർണിംഗ്. அவங்க அப்பாவுக்கு ரொம்ப பிடிச்சிரும்ல. റസി സാറിന്റെ പടം റിലീസായിട്ടുണ്ട്, കാണാൻ പോട്ടെ? ബ്ലെസി സർ മൂവി സർ. ആശോ 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 എൻ്റെ ചെരുപ്പ് ഉണ്ടോ? ഏയ് ഇത്ര മനുഷ്യൻ പറ്റി കാണിക്കണം, കള്ളു കുടിക്കാണെന്ന് പറഞ്ഞു. കർമ്മം പിടിക്കാനായിട്ട്. ഞാൻ വരാൻ ലേറ്റ് ആവേ. എവിടേക്കണ്ടാ? പുറത്ത് ജോലി നോക്കിയില്ലേ, അതിന് ഇന്റർവ്യൂ ഉണ്ട്. ഇങ്ങനെയാ ഇതൊരു ഇന്റർവ്യൂക്ക് പോണ കോലാണ്. എന്താണ് നന്നായിട്ടില്ല? സൂപ്പർ. പോയി ഡ്രസ് മാറ്റടാ. എടാ നല്ല പോലെ പോയാലേ നല്ല ജോലി കിട്ടും, അല്ലാതെ സിനിമയ്ക്ക് പോണ പോലെയല്ല. ഒരു 200 ഇത് വെച്ചോ. അവന്മാരെ കൂടെ തെറി വിളിച്ച് നടക്കണ്ടേ. ഇന്റർവ്യൂ നന്നായി ചെയ്യും. എവിടെ വെച്ച ഇന്റർവ്യൂ? நம்மடா பாலக்காடு தான்டா. ഒരു 500 രൂപ എങ്ങനെയും മറക്കാൻ കാണുള്ളൂ. ഈ സിനിമന്റെ ഓഡീഷൻ ഫ്രണ്ട് അകത്ത് രജിസ്റ്റർ ചെയ്യണം. താങ്ക്സ് ചേട്ടാ. അങ്ങോട്ട് പോകും കേട്ടോ. ആ എഴുത്, പേരും ഫോൺ നമ്പർ എഴുതിയോ. போன சீன்ல தான் மஞ்சுமல் பாய்ஸ் படம் பார்த்தாரு. ഫീസാ? ആ രജിസ്ട്രേഷൻ ഫീസ്. പൈസ ഇല്ലാണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? പൈസയിൽ രജിസ്ട്രേഷൻ നടക്കില്ല. നടക്കില്ല. எவ்வளவு பே பண்ணுவா? 500 ரூபா. அதான் அவர் போன்ல கேட்டுங்க. ഒരു 400 രൂപ മതി. എടാ എന്നാ നീ ഒരു 300 രൂപ അയക്കും. ആ കറക്റ്റ് 500 രൂപ ആണല്ലോ. അവിടുന്ന് ലെഫ്റ്റ്. എപ്പോഴാ பண்ணிருப்பேன் മേക്കപ്പ്? നമ്പറൊക്കെ ആണല്ലോ ചിത്ര. ഒരു സെക്കൻഡ് ഏട്ടാ, 430 ഉണ്ട്, ബാക്കിയും ജീപ്പേ ഏട്ടാ. അതിലൊരു 2 രൂപ കുറവുണ്ടാവും. കുഴപ്പമില്ല ഇതിരിക്കട്ടെ. ജീപ്പേ നമ്പർ സ്കാൻ ചെയ്തോ. ഇതില് കാശ് ആവുന്നുണ്ടോ? ആക്ടർ ഷൈൻ പെട്ടെന്ന് അയച്ചപ്പോൾ ஹலோ ஒரு லிஸ்ட் வாட்ஸ்அப் பண்ணியிருக்கேன், அது நாளைக்கு வீட்டுக்கு கொண்டு வந்துருங்க. ആ കേറി. ആ അവിടുന്ന് പോയിട്ട് ലെഫ്റ്റ്. താങ്ക്സ് ഏട്ടാ. ഇവിടെ ആ ഇൻസൈഡ് അയച്ചേ. അയച്ചോ? ആ ഇനി ആ കൈ മടക്കി കയറ്റിയോ. കയറ്റിയോ. ഓക്കെ ഇനി പോകോ. അവിടുന്ന് ലെഫ്റ്റ്. ബാഞ്ചില്ല അപ്പോൾ കിട്ടും. റിച്ച് ലുക്കും പിച്ച ലൈഫ്. ആ എടാ നിന്റെ 2 രൂപ ഞാൻ ഇട്ടുണ്ടേ. ആ പൊക്കോ. ചിത്രം എഴുതിക്കോളൂ. പാലക്കാട് തന്നെയാണോ വീട്? ആ പാലക്കാട്. മുമ്പ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല. അതിൽ ഡയലോഗ് കുറച്ച് ഇമോഷണലായിട്ട് പറ, എന്നുവെച്ചാൽ കരയൊന്നും വേണ്ട, വിഷമത്തോടെ. ആ സിദ്ധു എൻ്റെ ഫ്രണ്ടായിരുന്നു, ഇപ്പം അല്ല. ആ സംഭവത്തിന് ശേഷം ഞാൻ അവനെ കണ്ടിട്ടില്ല. കൊള്ളാം, നന്നായിട്ടുണ്ട്. അപ്പോൾ ഈ മാസം 25-ന് ഷൂട്ട് പാലക്കാട് വെച്ച് തന്നെ. ഞാൻ സെലക്ട് ആയി. ആ രജിസ്റ്റർ ചെയ്തില്ലേ? അവിടെ പോയിട്ട് ഗേറ്റ് പാസ് മേടിച്ചോ. ശരി. താങ്ക്സ്. പേപ്പർ സോറി ചേട്ടാ, അവിടുന്ന് ലെഫ്റ്റ് അല്ലേ? കിട്ടിയ ഏട്ടാ സെലക്ട് ആയി എന്ന് പറയാൻ പറ. ஐயோ ஸ்கேம் போலடா. 2 ரூபா வச்சிக்கிறாரா? ഓ ആമാണ്. സ്റ്റാൻഡിൽ വന്ന് ഓട്ടോ എടുക്കാൻ പാടില്ലെന്ന് അറിയണ്ട നിനക്ക്. സ്വന്തം ഭാര്യയാണെങ്കിലും പറ്റില്ല. എന്താ നിങ്ങൾ പറയാം? നീ കൊണ്ടുപോകണേ കൊണ്ടൊക്കോ, പക്ഷെ ഈ സ്റ്റാൻഡിൽ പറ്റില്ല. വേണമെങ്കിൽ ഇറങ്ങി ഇറന്ന് അപ്പുറത്ത് കയറാൻ പറ. എൻ്റെ പൊന്നേട്ടാ, ഞാൻ കാര്യമായിട്ടാണ് പറയണത്. ഞങ്ങൾ കാര്യമായിട്ടാണ് പറയണത്. ഓള് വേണേ ആ വണ്ടിയെ പോയി കയറി. ഏട്ടന്റെ ഹസ്ബൻഡാണ്, ഞാൻ വിളിച്ചിട്ട് വന്നാണ്. ഇവള് ഹോസ്പിറ്റലിൽ നിന്നാണ് വരുന്നത്, ഒന്ന് മനസ്സിലാക്കി. സെന്റിമെന്റ്സ് ഒന്നും വേണ്ട. എല്ലാവർക്കും നോക്കി കണ്ട് ഇറക്കണം. ഭാര്യയാണ് മകളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഉഡായിപ്പ് ഹസ്ബൻഡ് ആണെന്ന്. വായി തോന്നിയത് എല്ലാം കൂടി പറയാന്ന് പറഞ്ഞിട്ടാണ്. ആ പറയൂടാ, വണ്ടി എടുത്തിട്ട് പോ. പറഞ്ഞാ നീ എന്ത് ചെയ്യൂടാ? നിന്നോടാ പറഞ്ഞേ, വണ്ടി എടുത്തിട്ട് പോടാ. സൗകര്യമില്ല, നിങ്ങൾ വണ്ടി എടുക്കേ.
ഒരിക്കൽ ഇന്ത്യ എടുക്കില്ല. നീ വന്ന ഓട്ടക്കാരടി. എന്താട്ടാ ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കണം നിങ്ങൾ? എന്തിനായിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കണം? അവര് പോട്ടേന്ന്. തെമ്മാടത്തില്ല സാറേ, ഇവന് സ്റ്റാൻഡിലല്ല. തോന്നിയതിനൊക്കെ ഓട്ടം പിടിക്കാൻ സമ്മതിക്കണോ സാറേ? സാറേ അതങ്ങനെയല്ല സാറേ, ഞാൻ അവള് വിളിച്ചു. നീ വായമുട് സാറേ. രാവിലെ മുതൽ ഓട്ടം കിടക്കണോ സാറേ? ദിവസത്തിൽ 2 ഓട്ടം കിട്ടിയ ഭാഗ്യം. ഓട്ടോക്കാർക്ക് പണിയായിട്ട് വന്നാൽ ഇങ്ങനെ സാറേ. സാറേ സാറ് തന്നെ ഹസ്ബൻഡാ. പുള്ളിന്റെ കൂട്ടാനാണ് ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഇവരാണ് വെറുതെ പ്രശ്നം ഉണ്ടാക്കിയേ. അങ്ങനല്ല സാറേ, വരാന്ന്. സാർ ഞാൻ പ്രഗ്നന്റ് ആണ്. എന്നിട്ട് എന്താടി എന്റെ അടുത്ത് പറയാഞ്ഞ്? വീട്ടിൽ പോയിട്ട് പറയാന്ന് വിചാരിച്ചിട്ടായിരുന്നു. എനിക്ക് തീരെ വയ്യ. എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ പോണം. അന്ന് വീട്ടിൽ കൊണ്ടാക്കണോ? നീ ഏതാടാ? ഫ്രണ്ട് സാറേ അളിയനാണ്. എന്നാ അളിയനും കയറും. அவனுக்கு என்னடா அவனுங்க ஆட்டோக்காரனுங்க ஹஸ்பண்ட்னு சொன்னா கூட வேணாம். இல்ல அவங்களுக்கு பைத்தியக்காரலாம் படம் போறடா. இல்ல வேற அவன் கேக்குது ஓகே, பட் பொண்ணே வந்து சொல்லுது. அதுக்கு மேல என்ன உட்காந்து கஷ்டம் ஆளு உட்காந்து ஒரே இடத்துல இருந்து ஆளு தேடி வருவாங்க. പാസ്സാവില്ലെന്ന് വിചാരിച്ചോ? അപ്പൊ പാസ്സാവും. അമ്മ അവള് പ്രഗ്നന്റ് ആണെന്ന്. എന്ത് ചെയ്യേ? പെണ്ണുങ്ങളായി പ്രസവിക്കും. അതല്ലേ നമുക്ക് അവിടെ ഒന്ന് കാണാൻ പോണ്ടേ? ആ പോയിക്കോ, ഞാനൊന്നുമില്ല. എനിക്കൊന്നും വയ്യ കെട്ടിപ്പൊഞ്ഞു പോയി. ഒറ്റയ്ക്ക് പോയല്ലേ കെട്ടിയത്. ഒറ്റയ്ക്ക് അങ്ങ് പറ്റാ മതി. அவங்களுக்கு எல்லாமே பண்ணணும்னு ஆசைப்படுது. ஐயோ நிறுவா என்ன படம் இன்னைக்கு பார்த்துட்டு வந்தீங்க? நாங்க அப்பாவை கேட்டாங்க தண்ணி அடி பம்போட கோட் லைஃப் 1230. 1230 இதெல்லாம் கொஞ்சம் உள்ளவே. ഇവിടെ വരെ പറ്റൂ. ஹோம் டெலிவரி தானே, டோர் டெலிவரி இல்லைல்ல. உள்ளவே. നീ എന്തിനാ വാലെടുക്കണേ? என்ன உன் ப்ராப்ளம்? എന്ത് പ്രോബ്ലം? ഒരു പ്രോബ്ലം ഇല്ല. നീ വാലെടുക്ക. ஃபோன் பண்ணா எடுக்கல. நான் இல்லாத டைம் ஆஃபீஸில் வந்து ஃபோட்டோ கொடுக்குறேன். ஏன்? എടി ആരെങ്കിലും കണ്ട പ്രശ്നം. നീ മര്യാദക്ക് വാലെടുക്ക പ്ലീസ്. இப்போ அம்மா வந்துடுவாங்க. அதுக்குள்ளே சொல்லிவிடு, இல்லை கண்டிப்பாக பிரச்சனை ஆகிடும். പിള്ളേരൊക്കെ അതും ഇതും പറയാം. വെറുതെ എന്തിനാ ഞാനായിട്ട്? നമുക്കറിയാം നമ്മള് ഫ്രണ്ട്സാന്ന്. ஓ நம்ம ஃப்ரெண்ட்ஸா? ആ പക്ഷെ പെണ്ണുങ്ങൾക്ക് അറിയില്ലല്ലോ അത്. ஏன்னா நீ இது வரைக்கும் யாரையும் லவ் பண்ணது இல்லையா? யாரு? അത് വിട്, പൈസ പോട്ടെ. சொன்னாதான் கேஷ் தருவேன். ஒன் சைடில் வா. അല്ല 2 സൈഡ്. அட அப்புறம் എന്ത്? കോളേജിലൊക്കെ ലവൊക്കെ ആയിരുന്നു. കുറെ കഴിയുമ്പോൾ അവൾക്ക് ഡൗട്ട് ഇതൊക്കെ പകരുമെന്ന്. അപ്പോൾ അവള് വിട്ടിട്ട് പോയി. விட்டுட்டு போவில்ல. ഇല്ല, ഇട്ടിട്ട് പോയിന്ന്. நான் விட்டுட்டு போக மாட்டேன். காசு வேணாம்? நம்ம வீட்டுக்கு இது காசு தரணும். கன்ஃபியூஸ் ஆயிட்டா. வாங்கிட்டானா? இல்லை படியாருங்க முதல்ல சொல்றது ஞாபகம். அந்த ரியலைஸ் வெயிட் உங்க போல அங்கே கூட விஜய் பேனர் விஜய் பேனர் பீஸ்ட் பாலக்காடு தானே. அவர் ஒரு டை அடிக்குது நிதிட்டு வீட்டுக்கு கீழே பண்ணியிருந்தாரு. ഈവനിങ് ഫ്രീയാ? ഈവനിങ് ഇന്ന് കടയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ലേറ്റോ? ഇന്ന് ഓഫീസ് പോകാൻ കുഴപ്പമില്ല ലേറ്റ്? இல்லை பார்த்துக்கலாம். நாளைக்கு சண்டே இல்லை, எங்கேயாவது போகலாமா? അയ്യോ ഇന്ന് ലീവ് എടുത്തിട്ട് നാളെ ലീവ് കിട്ടില്ല. இப்போ தானே சொன்னேன் ஒர்க் இருக்குன்னு. ஆரம்பிக்கவே இல்லை, அதுக்குள்ளே போய் சொல்ல ஸ்டார்ட் பண்ணிட்டியா? ഇല്ല, അത് ഇന്നൊരു ഫിലിം ഷൂട്ടിംഗ് ഉണ്ട്. ഫിലിം ഷൂട്ടിംഗ് பார்க்க போனா என்ன சொன்னா போதும்ல. ഞാൻ കാണാൻ പോണതല്ല, പിന്നെ അഭിനയിക്കാൻ പോണ. ഡേ ചുമ്മാ ഓട്ടാതെ. സത്യം കിട്ടും. എന്നെ ഒരു ഫിലിമിൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഷൂട്ടിംഗ് ஃபிலிம்லையா? എൻവയോൺമെന്റ് சுத்தி இருப்பாங்க. டேய் சூப்பர்டா, முன்னாடியே சொல்லிருக்கலாம்ல. അത് വേറെ ഒന്നുമല്ല. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ അച്ഛൻ്റെ കൂടെ ജമിനി തന്നെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ പടം തിയേറ്ററിൽ വന്നപ്പോൾ അവരൊക്കെ ഉണ്ട്, ഞാൻ മാത്രമില്ല. എൻ്റെ ഗതികേട് എല്ലായിടത്തും പറയുകയും ചെയ്തു. ആകെ കളിയാക്കി. അതുകൊണ്ട് പിന്നെ ആരടുത്തൊന്നും പറയാത്ത. யார்கிட்ட சொல்லனாலும் என்கிட்ட சொல்லலாம்ல. இனிமே போய் சொல்லாது, சரியா? ஆல் தி பெஸ்ட். முன்னாடி சொல்லியிருந்தா நான் லீவ் எடுத்திருப்பேன்ல. கரெக்டா? നമുക്ക് തിരിച്ചു. என்னடா എടുക്കെടുക്കെടുക്ക പോ. அப்ப நீ நடிக்கலையா? എനിക്ക് കണ്ടിട്ട് എൻ്റെ കൈകാലം വറക്കണം. ஏன்?
എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. என்னாச்சு? അവിടെ നോക്കൊരു വേലക്കുള്ള ആളുണ്ട്. അവര് മുന്നിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. இறங்கு இறங்கு. உன்னெல்லாம் எப்படி செலக்ட் பண்ணாங்க? உன்கிட்ட ஏதோ இருக்குன்னு தானே உன்னை சூஸ் பண்ணிருப்பா. பரவாயில்ல, நல்லா பண்ணு. போ நல்லா பண்ணு. എടി അതല്ലടി സന്ധ്യ. എടി അതല്ലടി. ഇപ്പോ അതെ, എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കാം. ഹലോ, ഇവിടെ എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കാം. ഞാൻ പറയുന്ന മുദ്രാവാക്യം എല്ലാവരും അതേപോലെ ഏറ്റു പറയണം. ഓക്കെ? ആരും ക്യാമറയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കരുത് കേട്ടാ. നിന്നൊക്കെ ആരാണ് അസിസ്റ്റന്റ് ആക്കിയത്? ക്യാമറയിലേക്ക് തിരിഞ്ഞു നോക്കരുതെന്ന് മലയാളത്തിലല്ലേ പറഞ്ഞേ? റെഡിയല്ലേ സാർ? റെഡിയാണ്, ടേക്ക് പോവാ. എടാ നീ തന്നെ ആക്ഷൻ വിളിച്ച് ചെയ്യേ. ഓക്കെ സാർ. പറ്റിക്കലാണല്ലേ? ഇതൊക്കെ സാധാരണ. നീ ഫസ്റ്റ് ടൈം ആയോണ്ടാ. പറ്റിക്കലാണ്. പിന്നെ താൻ തന്നെ കാശ് കൊടുത്ത. ഇതിലെങ്കിലും ഒരു നല്ല ക്യാരക്ടർ ഇട്ടോന്ന് വിചാരിച്ചു. സാർ റെഡിയാണേ? ഓക്കെ, റോൾ ക്യാമറ. റോളിംഗ് ആക്ഷൻ. അധികാരികളെ, തെമ്മാടികളെ, തെണ്ടിത്തരത്തിന് മാർക്കുണ്ടോ? അധികാരികളെ, തെമാടികളെ. സുഷിൻ ചാം தானே அது? സുഷിൻ ചാംடா. அந்த இதுல ஒரு பகத் ஃபாசில். ஓகே. இது அவ்வளவு இதே மாதிரி. அப்ப ആ സമയത്ത് സ്റ്റുഡന്റ്സ് நான் கூட தெரிஞ்சு பகத் அந்த கேரக்டர் சொல்லுவேன்னு பார்த்தேன். കുറച്ച് എനർജി ചെയ്താൽ ഒന്നുകൂടി നന്നാവും. സുഷിൻ ചാം ഫോട്ടോ കാട്ട്. തന്ത ഡയറക്ടർ അതിന്റെ കുന്തളിപ്പാണ്. ഓപ്പൻ ചെല്ലേ. ക്യാമറ വേണ്ട കൊണ്ടുവന്നോ. ഓക്കേ, ഷോട്ട് വാ. ഒരു മിനിറ്റ് ഫ്രെയിം ഒന്ന് സെറ്റ് ചെയ്യട്ടെ. തീർന്നില്ലേ നീ? എടാ നീ കുറച്ച് റൈറ്റ്. എടാ ഇവൻ അത് അപ്പുറത്തെ. ഇപ്പുറത്തെ. സാർ ഇവരാണോ? ആ നീല ഡ്രസ് പിടിച്ച് ഫ്രണ്ടിൽ നിർത്ത്. മോളെ ഒന്നാ കിട്ടുന്നേ. എന്താടാ ഇത് പിടിച്ചേ. നീ എവിടെ പോണു? ഇപ്പൊ വരാം. ഇപ്പൊ വരാന്ന്. ഇതിനാണ് എന്റെ കാശ് മേടിച്ചേ. എന്താണ്? ഞാൻ 500 നീ മട്ടവിലെ എത്തിക്കാനാണെന്ന്. വാ വാ മാറിക്കേ. അവിടെ സ്ക്രിപ്റ്റ് ഈ ഡയലോഗ് അവിടെ കയറി പറയണം. എന്തേ പറ്റില്ലല്ലോ? ഇതാ അപ്പോൾ അവിടെ നിനക്കൊക്കെ ഇതൊക്കെ തന്നെ ധാരാളം. ഓക്കെ സാർ. അപ്പോൾ എല്ലാവരും വിനായക് സാർ ഡയലോഗ് പറഞ്ഞ ഉടനെ തന്നെ കൈയടിക്കണം. ഓക്കെ? റെഡിയാണ് സാർ? ഓക്കെ ഷോട്ട് വാ. വേഗം കുറച്ചുകൂടെ. മതി. റോൾ ക്യാമറ. ഒരു മിനിറ്റ്. ഇവനൊക്കെ ആരാണ് ഫ്രണ്ടിൽ പിടിച്ചു നിർത്തി? ആരാണ്? അറിയില്ല സാർ. ഷൈനെ, ഇതെന്താടാ ഹൊറർ പടോ? മനുഷ്യ വൃത്തിക്ക് ഫ്രെയിം വെക്കാൻ നോക്കുന്ന സമയത്ത് നോക്കി നിൽക്കാതെ അവനൊന്ന് പിടിച്ച് പുറകിലോട്ട് മാറ്റി നിർത്ത്. സാർ ഇപ്പൊ വരാം. വാ ഒന്ന് വേഗം ഓട്ടടാ. റെഡി സാർ. എന്നിട്ട് നല്ല ആരെയും പിടിച്ച് ഫ്രെയിമിലോട്ട് നിർത്തും. ഓക്കെ സാർ, ഇപ്പൊ വരാം. സാർ ഓക്കെ സാർ. ഓക്കെ ഈ സമരം നമുക്ക് വേണ്ടി മാത്രമല്ല, ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. ഗാന്ധി പറഞ്ഞ പോലെ ആദ്യം അവർ നമ്മളെ അവഗണിക്കും. அவருக்கு ஏற்ற மாதிரி வந்துட்டு എന്നോ നീ പണി വെച്ചിരിക്കേ. ഞാൻ കണ്ടു നിന്റെ ഷോർട്ട് ഫിലിം. എന്നാലും എന്റെ അടുത്ത് പോലും നീ പറഞ്ഞില്ലല്ലോ. എന്താണ്? അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തില്ലേ? കാണിക്കടാ. എന്തിന്? കാണിക്ക്. മൊബൈൽ എടുക്ക്. ഇങ്ങെടുത്താ നോക്കണേ. ഞാൻ പറയാം. ഷോർട്ട് ഫിലിം. നിങ്ങളോ തൊലഞ്ഞു. ഇനി അവനെ കൂടെ തൊലയ്ക്കും. ഒരു കോപ്രായങ്ങള്. കോപ്രായമല്ല, ആക്ടിംഗ് ഇസ് ആൻ ആർട്ട്. ഡോവറെടുത്ത് തലക്കടിക്കും ഞാൻ. സിനിമ കോപ്പ്. ഇനി ഇങ്ങനെ എന്തെങ്കിലും ഞാൻ കണ്ടാ നിന്റെ മുട്ടുകളി ഞാൻ തല്ലി ഓടിക്കും. നിങ്ങൾ പാട് തോൽവി. ഓടാ, അവളെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് ചെയ്യാൻ? എന്നെ പറഞ്ഞാൽ മതിയല്ലോ. കാര്യം ഇതൊക്കെ നല്ലതാ, പക്ഷെ നല്ലോണം ശ്രദ്ധിക്കണം.
കാശ് തന്നാ സിനിമയെ ചാൻസ് തരാമെന്നൊക്കെ പലരും പറയും. അതിലൊന്നും പോയി ചാടലടാ മോനെ. ഇതുപോലെ കാശും ജീവിതമൊക്കെ കത്തി തീരുന്നതല്ലാതെ വേറെ കാര്യമൊന്നും നടക്കില്ല. ജ്യോതിഷം വീടറിയോ? ജ്യോതിഷിന്റെ വീട് എവിടെയാണെന്നറിയോ? ആരാണ് ജോയിഷന്റെ വീട് അറിയോ? എന്താന്ന് വിളിച്ച സ്വിച്ച് ഓഫ്? എടാ ഫോൺ അടക്കം ഓഫ് ആവടാ. അതിനോണാണെങ്കിൽ അതിനെ തോന്നണം. ഞാൻ താങ്ക്സ് പറയാൻ വിളിച്ചാണ്. എന്തിന്? നിങ്ങളന്ന് കൂടെ നിന്നില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഷോർട്ട് ഫിലിം ഇറങ്ങില്ലായിരുന്നു. താങ്ക്സ്. എന്താന്ന് അന്നത്തെ ഷൂട്ടിംഗ് സീൻ ഓർത്ത് ഡെസ്പ് അടിച്ചിരിക്കാണ്. ഒന്നുമില്ലടാ. ആ ഒന്നും മൈൻഡിലിട്ടിരിക്കാണ്ട് ആക്റ്റീവ് ആവാൻ നോക്ക്. നമുക്ക് അടുത്ത പരിപാടി പിടിക്കണ്ടേ? എന്തിനാണ് 100 ആൾക്കാർ മുമ്പിലിട്ട് പച്ചക്കളിയാക്കാൻ? വേണ്ടതൊക്കെ ഇവിടെ കിട്ടണണ്ടാ. പാഴ്സലും കൂടി വാങ്ങാൻ വയ്യ. എന്റെ ഏട്ടാ ഇത് ലെസണായിട്ട് എടുത്താൽ മതി. എടാ ഇതുപോലത്തെ 1000 ലെസൺ ഉണ്ട് എൻ്റെ ലൈഫിൽ. എല്ലാം കൂടി ചേർത്തൊരു ടെക്സ്റ്റ് ബുക്ക് ആക്കാം. പിന്നെ നീ പറഞ്ഞില്ലേ സിനിമയൊക്കെ മാറിയെന്ന്. സിനിമയും മാറിയിട്ടില്ല, ഒന്നും മാറിയിട്ടില്ല. ഇങ്ങോട്ടും മാറാനും പോണില്ല. ഷോർട്ട് ഫിലിം ഒക്കെ നമ്മളോടൊന്നും പറയില്ല. ഷോർട്ട് ഫിലിമാ? അപ്പൊ നീ കണ്ടില്ലേ? ഇല്ല, നോക്കട്ടെ. കണ്ടു നോക്ക്. പണ്ട് നീ പോലീസാ? എടാ പോട്ടെ, കടയിൽ വർക്ക് ഉണ്ട്. എത്ര രൂപ അടിച്ചടാ? അഭിനയിപ്പിക്കില്ലല്ലോ. കാശ് കൊടുത്താ പോലെ നിന്നൊന്നും എടുത്തിട്ടും വേണ്ട. പഠിക്കണ്ട, വായ ഒത്തിട്ട് പോടാ. എന്നാലും പണ്ടേ ഷോർട്ട് ഫിലിം, ഗേൾ ഫ്രണ്ട്, രാജവാഴ്ക്ക. അതല്ലെങ്കിൽ അങ്ങനെയാണല്ലോ. കാണാൻ കൊള്ളാവുന്ന പെൺപിള്ളേരെ ചെക്കന്മാർക്ക് തനി കുളന്മാരായിരിക്കും. നിന്റെ അപ്പനെ പോലെ. എന്താ സ്ട്രേറ്റ് അപ്പനെ വിളിക്കണം? പിന്നെ കൊറേ നേരം നീയൊക്കെ തുടങ്ങിയിട്ട് എനിക്കുള്ള സെറ്റാ. എന്താണ്ടാ കുഴപ്പം? നിനക്കെന്ത് കുഴപ്പം? അവക്കല്ലേ കുഴപ്പം? എന്ത് അവക്കെന്ത് കുഴപ്പം? പിന്നെ എന്താ അവര് കളിയാക്കണത്? പറയണേട്ടൊന്നെല്ലാം തേഞ്ഞാമാരാണെന്ന്. സൗണ്ട് നീ എന്ത് ചെയ്യും? നിന്റെ അടുത്തുള്ള സ്നേഹം കൊണ്ടല്ലേ? സ്നേഹവും കളിയാക്കലും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ട് കേട്ടോ. എന്തത് ഷോർട്ട് ഫിലിമാ? ഒന്നുകൂടി പറ. സ്നേഹവും കളിയാക്കലും. എന്ത് മൂഞ്ചിക്ക് എന്ത് ഡയലോഗ് സെറ്റാണുള്ള പാട്ടേ. ഇനി അങ്ങനെ വിളിക്കാൻ നിൽക്കണ്ടോ? എങ്ങനെ? ഇനി പാണ്ടാന്ന് വിളിക്കണ്ടെന്ന്. പിന്നെ പാണ്ടെന്നല്ല പിന്നെ എടാ എനിക്ക് നിന്റെ പ്രശ്നം മനസ്സിലായി. അവന്മാർ കൊല്ലത് കേറോ? നിനക്കെന്ത് മനസ്സിലായി? എനിക്ക് മനസ്സിലാവണ്ട പാണ്ഡേ. മനസ്സിലായി പിന്നെ എന്തിനാണ് പിന്നെ പാണ്ഡേന്ന് വിളിക്കണത്? എടാ നമ്മള് ഫ്രണ്ട്സ് അല്ലേ? ആരാണെങ്കിലും എന്നെ അങ്ങനെ വിളിക്കാൻ നിൽക്കണ്ട. ഓ ഒരു പെണ്ണ് സെറ്റ് ആയതും അങ്ങനെയൊക്കെ ആയല്ലേ? നീയൊക്കെ എന്നെ മിന്നലെന്ന് വിളിക്കുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ പിടിച്ച് അടിക്കണ്ടാ. പെണ്ണേ നീ മിന്നൽ സ്പീഡ് ഓടല്ലേ? അതിനുള്ള കൈഡിയാണ് ആ പേര്. എനിക്ക് അങ്ങനെയല്ല. എന്താന്ന് അയാൾ കൊല്ലുവോ? എന്താ നിങ്ങക്ക് വായില്ലേ? அடிச்சா அவங்க கூப்பிடுறத நிப்பாட்டுவாங்களா? திரும்ப கிண்டல் தானே பண்ணுவாங்க. ഇനിയും വിളിച്ചാ ഇനി അടി. அதுக்கப்புறம் கூப்பிட்டா അപ്പുറം അടിക്കും. அப்பனா நீ பிஸியாக போறல? பிஸியா? இல்ல டெய்லி வீட்ல இருந்து இறங்கி அவங்கள பாப்ப. அவங்க கூப்பிடுவாங்க, அப்புறம் சண்டை. இதை பார்த்து மற்ற பசங்களும் ஆரம்பிச்சிருவாங்க. அவங்களையும் அடிக்கணும். ஹெவி டியூட்டில. இந்த ஆக்காണ്. நீ தானே சொன்ன கூப்பிட்டா அடிப்பேன்னு. அப்படி செஞ்சா இப்படிதான் ஆகும். പിന്നെ ഞാൻ എന്ത് ചെയ്യേണ്ടത്? അവർ വിളിച്ചാൽ നോക്കിക്കൊണ്ടിരിക്കണം. நீ ஏன்டா அவங்கள பார்க்கணும்? எதுக்கு அவங்கள அடிச்ச? உன் பேருக்காக தானே? ஓகே. ஸோ மற்றவங்க நம்ம பேரை மதிக்கணும்னா அதுக்கு அடிச்சா மட்டும் போதுமா? அந்த பேருக்காக நம்ம தான் பண்ணோம்ல. நீ என்ன செஞ்ச? உனக்காக நீ என்ன செஞ்ச? ഞാൻ എന്ത് ചെയ്യാനാണെന്ന്? உனக்கு என்ன பிடிக்கும் சொல்லு. சிரிக்காம பதில் சொல்லு. എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് അന്ന് അഭിനയിക്കാൻ പോയത്. എന്നിട്ട് അവിടെ നിന്ന് ആട്ടി വിട്ട്. പിന്നെ നീ പറഞ്ഞ പോലെ ഞാൻ എന്തെങ്കിലും ആയാൽ തന്നെ അവര് കളിയാക്കൽ തോന്നുന്നുണ്ടോ? கீழே ஒருத்தர் கத்திட்டு இருந்தது கேக்குதா? மேலே வா. அப்புறம் இந்த மேட்டர்லாம் காதிலே விழாது.
ஆட்டோ பின்னாடி எழுதுறோம் ஆட்டோ பின்னாடி எழுதுறோம் കമ്മിറ്റഡ് ആയോ ടൈം പാസ് ആയിരിക്കല്ലേ ടൈം പാസ്ലല്ല സീരിയസ് தான் സീരിയസ് ഇവനെയോ இவனுக்கு என்ன குறைச்சு ഇവനെന്താ കൂടുതലുള്ളത് ஏண்டி நீலாம் அவனுக்கு ஏதோ பிரச்சனை இருக்கிற மாதிரி பாக்குறேங்க அவனுக்கு அந்த ஃபீலே இல்ல அதான் ப்ளஸ் மேடம் யார் தெரியும்ல யாரு சொல்றாங்களே யாரு ருக்மணி வசந்த் என்னதுடா பக்கத்துல நின்றுடா சொன்னா அம்மாவுக்கு தெரிஞ்சது செருப்பு வந்து மேலே அடிக்கும். என்ன எடுத்துட்டான்டா ஃபோன் விட்டு போயிட்டாங்க. அப்போ எந்த ஃபோன்லேருந்து ஃபோன் பேசுனா தெரியல. அவங்க வீட்டில் ஏதாவது ஃபோன் ரோடு வேற தெரியுதா? என்னது இதுதான் மேக்கப்பு. ஏன்னா இதில் கண்ணில் இல்லை பாரு புருவத்தில். அந்த இதுல இருந்துச்சுடா, அந்த ஐ லேஷஸ்ல இருந்துச்சுடா. இருக்குதேடா. ஓ இதுல இல்லடா. ஆமா பாருங்க இறங்க. ஐயோ டேய் வில்றா உனதான்டா. எங்கடா போற? ஆடா நீ എന്താ ഇവിടെ വണ്ടാരാ സിംഗപ്പൂർ നൈറ്റിങ് என்ன பண்றீங்க? ആരാന്ന് പറയടാ. ഞാൻ വെറുതെ എന്തിനാടാ മതിലിയടേ? டேய் என்ன திருட வந்த? അല്ല திருட ഞാൻ ഇവിടെ வாய் திறந்து பேச. அங்கடா எங்க பேசிட்டு இருக்க? சொல்றா நான் முழிக்கிறேன். இங்க எதுக்கு வந்த? അത് ഞാൻ ശ്യാമിനെ കാണാൻ വന്നാണ്. ഈ വഴിക്കാ? ஷாமா ஆண்டி கீழே இருக்கிறவன வர சொல்லுங்க. டேய் அவங்கள பழனிக்கு போயிருக்காங்கடா. பழனி போயிருக்காங்க. இப்போ என்ன சொல்ல வர? சொல்றா வாய் திறந்து பேச. அவ கீழ் வீட்டு பையனோட ஃப்ரெண்டுடா. அடிக்கடி வருவான்டா. சும்மா ரோட்ல இருந்து சண்டை போட்டுட்டு மேலே வாடா. வாடா. மூஞ்சே சரியில்லை. போ. பார்த்தாலே திருட மாதிரி இருந்துக்கிட்டு. ஓடா. ஏய் ஓடா. போறியா இல்லையா? എടാ നിന്ന് തിരിയാതെ പോവാൻ നോക്കണേ. എന്തായാലും സൂക്ഷിച്ചോ. പകല് നോക്കി വെച്ച് രാത്രി കക്കാറങ്ങുന്ന കാലം. TV തുറന്ന ഇതാ ന്യൂസ്. എല്ലാം பார்த்தாலே ഡൗട്ടാ இருக்கு. ആ ബാഗ് എടുത്തോ. നീ എന്താടി എന്നെ കണ്ട് മൈൻഡ് ചെയ്യാത്ത? ஊர்ல இருந்து எப்போ கண்டி அப்பா மலையாளி சொன்னாங்கடா. டேய் சாரி. நேத்து அவங்க வருவாங்கன்னு நான் யோசிக்கல. நான் உன்கிட்ட தான் பேசிட்டு இருக்கேன். എന്താണ്? சாரி. ஏதாவது இருந்தா பேசு. ഒന്നുമില്ല. கோமா இருக்கா? എനിക്ക് ആരോട് ദേഷ്യമൊന്നുമില്ല. மூஞ்சி பார்த்தாலே தெரியுது நீ கோமா இருக்கன்னு. என்கிட்ட ஏன்டா போய் சொல்ற? നിനക്ക് ദേഷ്യം ഉണ്ടെന്ന് മനസ്സിലാവണത്? നീ നിന്റെ വീട്ടുകാർ പോലെ മോൻ കൊണ്ട് തോന്നുന്നത് തീരുമാനിക്കല്ലേ കേട്ടോ കേട്ടോ. அவன் அப்படி செஞ்சதுக்கு நான் என்ன பண்ண முடியும்? എന്ത് ചെയ്യാൻ? നോക്കിക്കാലേ പറ്റൂ. കളരാന്ന് പറഞ്ഞാലും ശരി, അവിടെ തല്ലിയാലും ശരി. മേളിൽ നോക്കിക്കും ദേവീനെ പോലെ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. அப்போ அந்த டைம்ல நீ என்ன பார்க்க வந்தன்னு சொல்லணுமா? പറ. അങ്ങനെ പറഞ്ഞപ്പോ എന്താണ്? നീ എന്റെ അടുത്ത് അതേ ഇത് എന്നൊക്കെ പറഞ്ഞു. നിന്നെ കൊണ്ടൊന്നും പറ്റൂല. அப்படிலாம் இல்ல. പിന്നെ നിനക്കെന്താ പറഞ്ഞ ഞാൻ നിന്നെ കാണാൻ വന്നാണ് சொல்லு நினைச்சேன் நான். എന്നെ ലൈൻ അടിക്കാതെ വീട്ടിൽ മരക്കെടാണ്. ഓ നമുക്ക് മറ്റുള്ളവരെ പോലെ കാശ് ലുക്കൊന്നും ഇല്ലല്ലോ. போட்டோல ஃபில்டர் மாத்தினா மட்டும் பத்தாது. முதல்ல உள்ள இருக்கிறத மாத்து. இதையும் ஆட்டோ பின்னாடி எழுதலாம் போய். ஜென்சி டர்ம்ஸ். அவன் நேத்தே நோட்டீஸ் பண்ணிட்டாங்க. மேலே நின்று பார்த்தேன். இரு எவ்வளோ சீன் பண்ணுறது. தம்பி நீ யாரு தெரியாது. கால்மிஷன் உனக்கு லவ் பண்றது ஏன் ஆள் தான் கிடைச்சானா? மாமான்னு தானே சொன்னாங்க. இல்ல இல்ல அவங்க அப்பா மாமானா. അവരെ അടിക്കണടാ. നിനക്കല്ലല്ല നീ മുഴുവൻ കളിക്കാൻ നോക്കടാ. ஃப்ரெண்ட்ஸ் எதுவுமே ஹெல்ப் பண்ண மாட்டாங்க. இன்ஸ்டால நீ எவ்வளோ ஃபாலோ பண்ற, அவ உன்னை ஃபாலோ பண்றா. சின்ன வயசுல இருந்து நான் ஃபாலோ பண்ற பொண்ணுடா. ஒரு லைன் பால்ரா பால். யாரா அது? பாத்து விளையாடுடா. ஃப்ரெண்ட்ஸ் அடிக்குறானே. ஏய் ஒழுங்கா அடுத்த பால் வெளியே வருது. ഓക്കേ ഓക്കേலே. கோயாக்கா கோயாக்காவா? இல்லடா பால் உள்ள கல் வச்சு அடிக்குறானே கூடடா. ஒவ்வொரு ஐயோ அல்லா. ആ താഴെ കിടക്കണ തൂക്കിയെടുത്ത് വിട്ടോ, അല്ലെങ്കിൽ അവന്മാരൊക്കെ നിന്റെ ഗോട്ടി അടിച്ച്. மச்சான் செமையா எடுத்துருக்காங்க சீன். அவனை தான் சொல்லி ஜஸ்ட் துணியை காய போடுங்கன்னு எடுத்துருப்பாங்க. உங்களுக்கு அவருக்கு தெரிஞ்சிருக்காரு. உன்னை நாம மட்டும் தான் அடிப்போம். എന്താടത്? കുഴപ്പമില്ല,
വീട്ടിൽ ചെന്ന് ചൂടുവെള്ളത്തിലൊന്ന് വിളിച്ചാൽ മതി. എടാ എനിക്ക് ഹൈറ്റ് കൂടിപ്പോയി, അല്ലെങ്കിൽ ഞാൻ ഇടിച്ചേനെ. എന്നാ കുറച്ച് വെള്ളം കുടിക്കും. പേടിച്ചോടാ. കൂടി സുധീഷേ, ആ ആരുണ്ടോ അവര്? ആ പുതിയ വല്ല കൂട്ടുകാരായിരിക്കും. அதுதான் போல அவருக்கு கஷ்டம். சினிமாக்காக அந்த பேர் வச்சுக்கினாரா இல்ல உண்மையிலேயே ஒரு பேர் அதானா படத்துல? இல்ல உண்மையிலே பேர் அதான் நினைக்கிறேன்டா. വിജയ് സേതുപതിയുടെ പടം ഇറങ്ങിയിട്ടുണ്ടേ, പോണ്ടേ? നിങ്ങളുടെ മോളുടെ പടം റിലീസ് ആവാൻ നിൽക്കുന്നുണ്ട്, അത് കാണാൻ പോണില്ലേ? ആ അത് റിലീസാകാൻ പോകണല്ലേ ഉള്ളൂ. പിന്നല്ല അതിനൊക്കെ വലിയ ഫാൻസ് ഒന്നും ഇല്ലല്ലോ. ആ എന്താ ഒരു 2000 രൂപ വേണമെന്ന്. ആ ഇപ്പൊ പാസ്പോർട്ടിന് അപ്ലൈ ആണെന്ന്. വാ കേറ്, ബിന്ദുവിനടുത്തുനിന്ന് വാങ്ങിച്ചു തരാം. உண்மை கேக்குறானோ தெரியல. அம்மா எல்லாம் போயிடுச்சுல. അശമേ വിജയ് സേതു ഇങ്ങാണ് വൈകിട്ടത്തെ ഷോക്ക് 5 ടിക്കറ്റ് എടുക്കേ. 5 ടിക്കറ്റാ? ആ എടുക്കേ. ഹലോ ഹലോ, ജോഷ് അല്ലേ? അതെ. എന്റെ പേര് നവനീത്. ഞാൻ സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാം. ആ ഏട്ടാ പറ. നിങ്ങൾ അഭിനയിച്ച ഷോർട്ട് ഫിലിം കണ്ടിരുന്നു. ആക്ച്വലി കുറച്ചധികം ദിവസമായിട്ട് നമ്മൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചോണ്ടിരിക്കുക. ഇപ്പോഴേ കണക്ട് ആയത്. അതേട്ടാ എന്റെ ഫോൺ കംപ്ലൈന്റ് ആയിരുന്നു. അതെയോ? ഞാൻ വിളിച്ചെന്തിനാന്ന് വെച്ചാൽ ഞങ്ങളുടെ പടത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ തൃശ്ശൂർ വെച്ച് നടക്കുന്നുണ്ട്. അതിലൊരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് ജോഷിന് ഇന്നൊരു ഓഡിഷൻ അറ്റൻഡ് ചെയ്യാൻ വരാൻ പറ്റുമോ? ഹലോ ഹലോ, ഞാനേ ഒരു ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി പോവാണ്. ആണോ? ആ തന്റെ പെർഫോമൻസ് കണ്ടപ്പോഴത്തേക്ക് ഡയറക്ടറിന് ഇഷ്ടപ്പെട്ടായിരുന്നു, അതാണ് വിളിച്ചത്. ശരി, കുഴപ്പമില്ല ബ്രോ. ഓക്കെ. பழைய ஃபோன் இது முன்னாடி வச்சிருந்த ஃபோன். பாஸ்போர்ட் வர அப்ளை பண்ணு. அதே போட்டோ வெளிய வரேன்னு போல. നടന്ന സംഭവട്ടാ പുണ്യാളോ. ഞങ്ങളെ അപ്പനും മോനും കൂടെ ഒരു പരീക്ഷ എഴുതാൻ പോവാട്ടാ. பிரான்ச் தியேட்டர்ல வந்து டைலாக் எல்லாம் டைமிங்ல நடக்குது போல. எப்போஸ் தோனி இன்ட்ரோ தான். இது நான் முன்னாடி வேற இடத்துல எதிர்பார்த்து சொன்னேன். ஆமாடா எம்எஸ் ஸ்டோரி. ഹലോ, ഞാൻ വിമൽ, ഡയറക്ടറാണ്. ആ പിന്നെ എടോ, മറ്റേ ആ ഷോർട്ട് ഫിലിമിലെ തന്റെ പെർഫോമൻസ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാനാ വിളിച്ചത് നവനീത്. ഒരിക്കലും ചിരിക്കാത്ത ഒരാൾ ഇവിടെ കിടന്ന് ഭയങ്കര നിന്നെയല്ലടാ എന്നെ പറഞ്ഞതാ. ഞാൻ എനിക്ക് നോക്കി വെച്ച റോളായിരുന്നു. ഇതറിയെങ്കിൽ പുലി ചിരിക്കില്ലായിരുന്നു. മറ്റേ സിറ്റുവേഷൻ അയ്യോ അങ്ങാടിട്ടേക്ക്. നിങ്ങളുടെ നായകൻ കിടക്കണം. എത്രയും പെട്ടെന്ന് പരിപാടി തുടങ്ങി ഷൂട്ടിംഗ് നിർത്തേക്കണം, അല്ലെങ്കിൽ ഇവൻ ഇനിയും ട്രിപ്പ് പോകും. അല്ല സാറേ, ഇവനെങ്ങനെ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം. ഇവന്റെ തന്റെ ബോംബെ രാജനെ പിടിച്ചു വെച്ച് ഡയറക്റ്റ് ചെയ്യിപ്പിച്ചിട്ടുള്ള ആളാണ് ഞാൻ. പിന്നെയാണ് ഇവൻ உடம்பு சரியில்லை போல. ഉഷാറിലെ കാര്യങ്ങളൊക്കെ എന്തേ നമുക്ക് പടം തുടങ്ങണ്ടേ? അതിന്റെ കാര്യമാണ് ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുന്നത്. സാറേ എപ്പോ വന്നു? സംസാരിക്കണം. ഹലോ ബേബി, I'm in India. Not coming. എന്തോന്നാണ് ഇവൻ അടിച്ചു കയറ്റിയേക്കണത്? ഏത് നേരത്താടാ എനിക്ക് ഈ പടം ചെയ്യാൻ തോന്നിയത്? ഇതാരാ? സാറേ ഓഡിഷൻ വന്നാ. ഓ അത് ശരി. ഇതൊക്കെ മേക്കപ്പാണ്? അല്ല സാറേ, ഇത് അവന് ശരിക്കുള്ളതാ. ഓ അത് കൊള്ളാം. ഇങ്ങനെ ഒരാൾ നമ്മുടെ പടത്തിലുള്ളത് നല്ലത്. പൊളിറ്റിക്കലി കറക്റ്റ് ആയിരിക്കും. വാ തുടങ്ങാം. ജോഷേ, ഞാൻ ചോദിക്കാം, ഇയാളൊന്ന് കരഞ്ഞേ. ആ ചുമ്മാ കരഞ്ഞോ? നന്നായിട്ടൊന്ന് കരയുന്നങ്ങട്. അല്ല സാറേ, പെട്ടെന്ന് കരയാൻ പറഞ്ഞ നമുക്ക് എന്തെങ്കിലും ഒരു കണ്ടന്റ് കൊടുത്തിട്ട്. പിന്നെ ഇയാളുടെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ കണ്ടന്റ് കൊടുക്കാറുണ്ടോ? എന്നാലും ഒരു കണ്ടന്റ് കൊടുക്കുക. ഇയാളുടെ അച്ഛൻ മരിച്ചത് അങ്ങോട്ട് കരുതുക. ഒന്ന് കരഞ്ഞേ. നന്നായിട്ടൊന്ന് കരയി. ഇങ്ങോട്ട് പോരട്ടെന്ന്. അയ്യോ, ഇങ്ങനെ കോക്കരി കാണിക്കാനല്ല പറഞ്ഞത്, കരയാനാണ്. അയ്യേ, അതുപോലും അറിയില്ലേ? എന്താ മോനെ? എന്നാ ഞാനൊരു സിമ്പിൾ സാധനം തരാം. ഒന്ന് ചിരിച്ചേ. ആ അതുപോലെ ഒന്ന് ചിരിച്ചേ. ഒന്ന് ചിരിയടോ. എടോ, സിനിമയിൽ ചിരിക്കാൻ പറഞ്ഞാൽ ചിരിക്കണം, കരയാൻ പറഞ്ഞാൽ കരയണം. അതുപോലെ ചിരിക്കണോ? ചിരിക്കണോ? അതുപോലെ ചിരിക്കണോ? തനിക്ക് ചിരിച്ചാല് എനിക്ക് പറ്റില്ല സാറേ.
എന്ത് വിശ്വസിച്ചിട്ടാടാ ഞാൻ ഈ പടത്തിന് പൈസ ഇറക്കേണ്ടത്? അവൻ ഓഡീഷൻ ഉണ്ടാക്കണം, അവനെ കാണാൻ തന്നെ ആളില്ല. അപ്പോഴാണ് ഈ പെയിന്റ് പോയവൻ. പോയിക്കോ മോൻ പോയിക്കോ. എവിടെ നിന്ന് തപ്പിപ്പിടിച്ചോണ്ട് വരണടാ? കുറെ കഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. നീ ഇവനെ പോലെ വല്ല അടിച്ചു കയറ്റിയിട്ടുണ്ടാ? ഒട്ടന്മാരാണ് എല്ലാവരും. എന്റെ പാസ്പോർട്ട് വെച്ചാ ഇതൂടെ വെച്ചോടി. അശമ അച്ചാറൊക്കെ ഉണ്ട്. ആ ഇരുന്നോട്ടടി. അവിടെ ഇതൊക്കെ എവിടെ കിട്ടാനാ? വേഗം ഇറങ്ങാൻ നോക്കടാ. ആടാ കഴിച്ചിട്ട് ഇറങ്ങാം. മാമ പടം എങ്ങനെയുണ്ട്? നീ അവളെ എയർപോർട്ടിൽ വിട്ടിട്ട് വാ, നമുക്കൊന്ന് കൊടുക്കണം. ഓക്കെ, നീ ഉണ്ടോ? മകനെ വെൽക്കം ഹോം. എവിടെയായിരുന്നടാ? എത്ര വിളിച്ചു എന്നറിയോ നിന്നെ? ഫോൺ ഓഫ് ആയടാ. ഈ ഫോണിന് മാറ്റാ നീ. കഴിക്കെടുക്കട്ടെ. കഴിച്ചാ? ആണോ ഇപ്പൊ കഴിച്ചോളൂ. നീ വെച്ചാ? മേടിച്ചതാ, ബിരിയാണിയാ. വെള്ളം. നീ തൃശ്ശൂർ ബസ്സിൽ പോണുണ്ടോ? എന്താ പരിപാടി? എടാ പെട്ടെന്നൊരു ഓഡിഷന് വിളി വന്നാടാ, അതിനുവേണ്ടി പോയതാ. നിനക്ക് കിട്ടിയാ? ഇല്ല. നീ എന്ത് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? എന്താന്ന്? നീ എന്നോട് എന്താ പറഞ്ഞു? പാസ്പോർട്ടിന് അപേക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടല്ലേ കാശ് വാങ്ങിച്ചു പോയത്? നാളെ പോവാന്ന്. ഞാൻ തന്ന പൈസ എവിടെ? ഇത്രയാണോ ഞാൻ തന്നത്? അതാ ഓഡിഷൻ ഇപ്പൊ ചെലവായിന്ന്. നിന്റെ കാശൊന്നും എനിക്ക് വേണ്ട. ഒന്ന് നേരെ കാണണം. എവിടെ തിമിരി കാട്ടി ഒരുത്തന്റെ കൂടെ പോയി കുഴി ചാടി. നീയിപ്പോ തന്നേനെ പോലെ വഴി നോക്കി രക്ഷപ്പെടുകയാണ്. ഇനി കൊണ്ടവന്റെ പിന്നാലെ തെണ്ടി നടന്നു. നിങ്ങൾ എപ്പോഴും അവരെ നോക്കി അതുപോലെ ചെയ്തൊന്നും പറയണ്ട. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും. എപ്പോ നോക്കിയാലും വീട് വെക്കുന്നു. ഉള്ള വീട്ടിൽ സമാധാനം, പിന്നീട് വേറെ വീട്. നീ ഇവിടുന്ന് പോയി നന്നായി. നീങ്കിലും രക്ഷപ്പെട്ടല്ലോ. ഏയ് ആദ്യം വലുതാണ്ട് ഈ വീടല്ല, നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആണ്. മറ്റുള്ള ആൾക്കാരെ പോലെ ജീവിക്കാൻ നോക്കിട്ട് ഇങ്ങനെ ജീവിച്ച വെറും വേസ്റ്റ് ലൈഫ് ആവും. എടാ നിന്റെ വിചാരം എന്താണ്? നിന്നിപ്പോ തന്നെ സ്റ്റാർ ആക്കുന്ന നിന്റെ മോൻ കൊണ്ടേ കാണിച്ചാ മതി. லெட்டர் ஆட் பண்ணிக்கிறேன் இப்போ டைலாக். லெட்டர் ஆட் பண்ணிக்கிறேன் இப்போ. அதனால பேக் ஷாட்ல தெரிஞ்சு அந்த படம் பார்த்துமே கட்டப் பண்ணால ரித்திக் ரோஷன் அந்த படம் இந்த மாதிரி இருந்துடணும். கட்டுப்பா அது இன்ஸ்டாகிராம் ஐடி கிரியேட் பண்ணுவேன். அதெல்லாம் ஞாபகம் பத்தாதீங்க. சொல்லு ஷாம். സന്ധ്യ ജ്യോതിഷ് അങ്ങോട്ടാണ് വന്നിരുന്ന? ഇല്ലേ, ഏൻ? അല്ല അവരുടെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രി വീട്ടിൽ നിന്ന് പോയതാ, ഇതുവരെയായിട്ട് വന്നിട്ടില്ല. ഹലോ അവൻ വിളിക്കാന്ന് പറയണേ. ഓക്കെ ഷാം. வரேன்பா. வேற ஏரியாக்கு தான் போயிடலாம். வீடு கட்டிடுவாங்க. நான் சொல்லியிருந்தேன் வீடு கட்டினேன். ஹலோ ஷாம். இதுவா தட்டத்தின் மிரைத்தா? இங்க என்னடா பண்ணிட்டு இருக்க? எங்கெல்லாம் தேடுறது? என்ன சண்டை சால்வ் பண்ண டிராமா பண்றியா? லூசா நீ காலையில இருந்து தேடிட்டு இருக்க. அசிங்கமா இல்ல உனக்கு? உன்கிட்ட தான் பேசிட்டு இருக்கேன், மூஞ்சி பார்த்து பேசு. என்ன உன் பிரச்சனை? என்னடா உன் பிரச்சனை? எவ்வளவு நேரமா தேடிட்டு இருக்க தெரியுமா? അത് ശരി. ഞാൻ മാത്രമല്ലല്ലോ, നിങ്ങളും തല്ലിയല്ലേ? നിങ്ങൾ എന്തിനാ തല്ലി? എന്നെ പറഞ്ഞേനാ? എടീ ഈ സിനിമയിലൊക്കെ അങ്ങനെ സീനിന്റെ അവസാനം വരുമ്പം ഒറ്റടി അവനെന്നെ തിരിച്ചടിച്ചില്ല. അതെ വിളക്കിങ്ങെടുത്തു. அந்த ஒரு பொண்ணு மட்டும் தானே அவனை ஜட்ஜ் பண்ண மற்ற எல்லாம் இது பண்ணிட்டாங்க. ரெடியாகி வீட்டுக்கு வா. வருவல்ல? ആരത്? ഹീറോയിനായിട്ട് കാതൽ മന്നൻ. ஏய் நீ என்னங்க? நான் தான் கூப்பிட்டேன். அப்பா கிட்ட பேச வந்திருக்கான். மாமா என்ன எதுவும் பேசாம இருக்கீங்க? ഞാനെന്ത് പറയാനാണ്, എല്ലാവരും തീരുമാനിച്ചിരിക്കുകയല്ലേ. தீர்மானிச்சா? ஏய் வெளியே போ. சக்தி வேணா ப்ளீஸ். ஏய் படி நீ வெளியே போ. டேய் சொன்னா கேளு. நான் பாக்குறேன். வெளியே போ முதல்ல. சக்தி எங்க வீடு நீ வெளியே போறன்றது. டேய் மச்சான் மச்சான். ദിശ മച്ചാനിട്ട മാർക്ക് കറക്റ്റ് അല്ല. மா வா போலாம். அவங்க ஃபேமிலி மேட்டர் அவங்க பாத்துப்பாங்க. பாப்பா இங்க வேற இங்கே இருந்தா அடுத்த பால் வரும். பரவாயில்ல. ഇത് എങ്ങോട്ടാ? പോണോ? വീടല്ലേ? വലിയ രക്ഷയൊന്നുമില്ല, നമ്മുടെ വീട് രണ്ടിലെ വീട് കേട്ടാ. അവള് കാര്യങ്ങളൊക്കെ പറഞ്ഞു, പക്ഷെ ഞാൻ സമ്മതിക്കില്ല. കാരണം നിങ്ങൾക്ക് ജീവിതം എന്താണെന്ന് അറിയില്ല. அப்படி இல்லப்பா. പിന്നെ
പിന്നെ എങ്ങനെയാടി? നിന്നേക്കാൾ ജീവിതം കണ്ടവനാ ഞാൻ. എടി നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, അനുഭവിച്ചാലേ അറിയൂ. അറിയാം. എന്താ അറിയാം? കുറച്ചൊക്കെ. ഓ എന്നാ പറ, 1 കിലോ അരിക്കെന്താ വില? പ്ലീസ് അവൻ പറയട്ടെ. സൂപ്പർ മാർക്കറ്റിലെ വാൾസിറോ പഞ്ചസാരക്ക് എന്താ വില? சொல்லிடுவாங்க. എന്താ അറിയില്ലേ? അരി 1 കിലോ സുരേഖയാണെങ്കിൽ 48, മട്ടയാണെങ്കിൽ 50, പിന്നെ പഞ്ചസാര ലൂസാണെങ്കിൽ 40, പാക്കറ്റാണെങ്കിൽ 45. സൂപ്പർ ഒരു കാര്യം ഞാൻ പറയാം, സൂപ്പർ മാർക്കറ്റിൽ പണിയെടുക്കുന്നവനൊന്നും ഞാൻ നിന്നെ കെട്ടിച്ചു കൊടുക്കില്ല. இல்லப்பா அவன் வேற ட்ரை பண்றான் எனக்கு தெரியும். എന്ത് ട്രൈ ചെയ്യാണ്? പറ മോനെ. നോക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്താ നോക്കുന്നത്? ഞാൻ ആക്ടർ, ഫിലിമിലൊക്കെ. എന്താ ആക്ടർ? കൊറേ നേരം ഉണ്ടായിരുന്നു. നമ്മൾ പറയുന്നൊന്നും തിരികെയില്ല. നിങ്ങൾ സ്ട്രോങ് ആണെങ്കിൽ എതിർത്തവരൊക്കെ ഒരു കാലത്ത് നിന്റെ വണ്ടിയുടെ പിന്നിലും വന്നിരിക്കും. ഇതുപോലെ ഞാൻ കൊണ്ടുവിടെ. பத்தியம் வாயிருக்கு. பார்த்தேன் நான் சும்மா பண்றான்னு சீன் ரீடி இது வந்துல அப்படியே போயிட்டு அப்படியே மூந்துக்கிறான்டா. கர்த்தாவே 28 അല്ല. അറ്റാക്കാണ്. ചെറുപ്പം മുതലേ അവന് ഹാർട്ടിന് പ്രശ്നമുള്ളതാണ്. കഴിഞ്ഞ മാസത്തെ പാലിന്റെ പൈസ വന്നിട്ടില്ല. കഴിഞ്ഞ മാസത്തെ പാലിന്റെ പൈസ വന്നിട്ടില്ല. എത്ര? 900. ഏട്ടാ പാലിന് വെക്കണ്ട ഏട്ടാ. ஒரு மாசம் ஆயிடுச்சா? மாசம் ஆகணும்னு நினைக்கிறேன். அந்த நெக்ஸ்ட் டே தான் ഇലക്ട്രിക് தான். ജോഷേ, ഒരു പുതിയ പടത്തിന്റെ ഓഡിഷനാണ്. ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്, നീ അയച്ചു കൊടുക്കണേ. ഫ്രണ്ട് ഉത്തരന്തത് സാറേ ഒരു സെക്കൻഡ്. സാറിന് സാർ ഇവിടെ? ഞാനിവിടെ ഒരു പടത്തിന്റെ ആവശ്യത്തിന് വേണ്ടി വന്നതാ. ആണോ? പുതിയ പടം? പുതിയതല്ല, അന്ന് താൻ വന്നില്ലേ ആ പടം തന്നെ. ആ പടം? അതിന്റെ പ്രൊഡ്യൂസറും ആക്ടറും ആയിട്ട് അടിയായിട്ട് ആ പടം ഡ്രോപ്പ് ആയിടും. അപ്പൊ ഞാനൊരു പുതിയ പ്രൊഡ്യൂസറെ കാണാൻ വേണ്ടി വന്നാ. ഓക്കെ പറഞ്ഞിട്ടുണ്ട്. ചെറിയ ബഡ്ജറ്റേ ഉള്ളൂ, പക്ഷെ കുഴപ്പമില്ല. സാറേ സ്റ്റാൻഡിലാക്കി തന്നെ? വേണ്ട, എൻ്റെ ഒരു ഫ്രണ്ട് വരാന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെ കാത്തിക്കാം. ശരി സാറേ. ശരി ജ്യോതിഷ, ഒരു മിനിറ്റ്. ഫുൾ ഫ്രഷ് ഫേസസിനെയാണ് നോക്കുന്നത്. അതിൻ്റെ ഒരു ഓഡിഷൻ ഈ മാസം ഉണ്ടാവും. താനൊന്ന് വന്ന് അറ്റൻഡ് ചെയ്യും. ഞാനില്ല സാറേ. എടോ, അന്നത്തെ പോലെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പുതിയ പ്രൊഡക്ഷൻ അല്ലേ? അയ്യോ അതൊന്നുമല്ല സാറേ, ഞാൻ അതൊക്കെ വിട്ട് പിതാറുള്ളൂ. നിനക്ക് ആ വാട ഓർമ്മയുണ്ടാ? എന്നാലും നീ അവൾക്ക് വേണ്ടി എലിവശൊക്കെ എടുത്ത് കഴിച്ചല്ലേ? എടി ഞാൻ അറിയേണ്ട എടുത്ത് വെച്ചല്ലേ. അല്ലാണ്ട് അവൾ ഇട്ടിട്ട് അതിന്റെ വിഷമത്തിലൊന്നുമല്ല. എന്തായിരുന്നു അവളുടെ പേര്? വിജിയ? ജിജി. ആ ടൈമിലാ ഞാനും ഗണേശൻ നമ്മൾ ഇഷ്ടത്തിലാവണേ. വെറുതെ അല്ല ഡെയിലി നീ അവൻ്റെ കൂടെ ഫുഡായിട്ട് വന്നല്ലേ. നിനക്കെങ്കിലും എന്നോട് പറഞ്ഞോടായിരുന്നു, അല്ലെങ്കിൽ അളിയനെങ്കിലും. അവൻ പറയുന്നൊക്കെ പറഞ്ഞാടാ, ഞാനാ പറഞ്ഞ വേണ്ടാന്ന്. എനിക്കപ്പോൾ അങ്ങനെ ചെയ്യാനാ തോന്നി. അപ്പം ഞാൻ എൻ്റെ കാര്യം മാത്രമേ നോക്കിയുള്ളൂ. ചിലപ്പോൾ തോന്നും ഇതൊന്നും വേണ്ടായിരുന്നെന്ന്. പക്ഷെ അന്ന് അവൻ്റെ കൂടെ ഞാൻ പോയില്ലായിരുന്നെങ്കിൽ ഇതിനെല്ലാം വിഷമിച്ചേനെ. ജ്യോതി ഗണേഷ്. പിന്നെ ഇതെൻ്റെ തീരുമാനമല്ലേ, ഞാൻ ഹാപ്പിയാടാ. ஜோதி ஜோதிஷ் போல கரெக்டு. ஓ சிந்தா அந்த இது போல நான் நீ விட்டு இருந்தேன்னா சஃபர் ஆயிருப்பேன். ஆடிஷன் போகிறாரு போல. ഇതെന്റെ തീരുമാനമല്ലേ, ഞാൻ ഹാപ്പിയാടാ. നിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നോ? മോത്തം തൊറ്റിടാ. ഒന്നും പറയണ്ട, ഒരു പടത്തിൽ ലാത്ത് ചാർജിൽ അഭിനയിക്കാൻ അവസരം കിട്ടിയതാ. ശരിക്കും കിട്ടിയളിയാ. അതോട് എന്നിട്ട് എന്തായി? സെലക്ട് ആയാ? ഒരു റൗണ്ട് കൂടെ ഉണ്ടെന്നാ പറഞ്ഞത്. വിളിച്ചാൽ മതിയായിരുന്നടാ. ഞാൻ നോക്കാം. ഞാൻ കയറട്ടെ? ആ നീ കയറി. ഓൾ ദ ബെസ്റ്റ് അളിയാ. ഒരു തവണ വിളിച്ചു. ഇവ പോവേ മാട്ടാണോടാ. നമ്മളിപ്പോ എത്ര തവണ ചെയ്തു ബ്രോ? എടാ അതല്ലടാ, എനിക്ക് ആ കോസ്റ്റ്യൂമൊക്കെ ഇട്ടാലേ ക്യാരക്ടറോട് ഒരു ഒന്ന് കയറാൻ പറ്റുള്ളൂ. സാറേ ആ ജോഷേ വാടാ, ഇരിക്കി വാ. ഇത് തന്നെ സ്ഥിരം പരിപാടിയാണോ? ആദ്യം വരില്ലാന്ന് പറഞ്ഞിട്ട് പിന്നെ എൻട്രി അടിക്കുന്നത്? എന്നാ നമുക്ക് ഇതൊന്നും ചെയ്ത് നോക്കിയാലോ? പ്ലീസ്. എന്താണ് ബ്രോ ഇങ്ങനെ? എടാ അവനേക്കാൾ നന്നായിട്ട് ഞാൻ ചെയ്യും. പ്രൊഡ്യൂസർ ഇട്ടിട്ട് പോയിട്ടും കൂടെ വന്നവനെ ഞാൻ മറക്കണടാ. അതൊക്കെ വിട്ട്, ഞാൻ പറഞ്ഞില്ലേ
നമുക്ക് അടുത്ത പടത്തിൽ നോക്കാം. ഇപ്പൊ ഞാൻ ഇവന്റെ നമുക്ക് പിന്നെ സംസാരിക്കാം. ഞാൻ അതൊന്നും തീർത്തോട്ടെ. പന്നിടുവാൻ ഭയം ഓക്കെ ആയിടോ. ഭാര്യയുടെ താലിമാല വർഷങ്ങൾക്ക് ശേഷം താനാണ് മോഷ്ടിച്ചെന്ന സത്യം ഭാര്യയോട് തുറന്നു പറയാം. ഇതാണ് സിറ്റുവേഷൻ. ഇങ്ങനത്തെ കണ്ടന്റ് ഒക്കെ എനിക്ക് താടാ, ഞാൻ ചെയ്യാം അടിപൊളിയായിട്ട്. എന്താണ് ഷൈൻ ബ്രോ, ഒന്ന് മാറ്. നീ അത് എന്നെ ചെയ്യിക്ക്, ഞാൻ അടിപൊളിയായിട്ട് ചെയ്യും. ചേട്ടാ നിങ്ങളൊന്ന് മാറ്, അവൻ ചെയ്യട്ട്. നീ പോടാ. ആരാ ഭാര്യ? ആ വിമലെ പോയിക്കോ. ഓക്കെ ഡാ, നീ കുറച്ചുകൂടെ പുറത്തേക്ക് എന്നെ വിളിക്കാം. ഞാൻ പോകില്ല ഏട്ടാ, ഞാനിപ്പോ ഇവിടെ പെർഫോം ചെയ്യാൻ പോണേ. മലമ്പാക്കല്ലേ. എന്താ പറഞ്ഞേ? എടാ നീ ഇവിടെ കിടന്ന് വെറുതെ ബുദ്ധിമുട്ടുണ്ടാക്കല്ലേ പ്ലീസ്. അവൻ ചെയ്തോട്ടെ, അത് നമുക്ക് നോക്കാം. സർ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വന്നു കസേരയിൽ നിന്നൊരു ആക്ഷൻ പോലെ. ആ ചെയ്തോ. ഫോളോ ചെയ്ത് പിടിച്ചോട്ടോ. റെഡി? റെഡി. റോൾ ക്യാമറ. റോളിംഗ് സർ. ആക്ഷൻ. ചെക്കൻ പോയ പോക്കേ இருடா எவ்வளவு அடிதானே ஒரு மனுஷனுக்கு. நீ பல மக்கா எப்படி லீக் ஆச்சு? മര്യാദയ്ക്ക് പിടിക്കും. അല്ല ഇതിന്റെ വീൽ എങ്ങനെ ലോക്ക് ചെയ്യാന്ന് നോക്കുകയായിരുന്നു. ഒരു തേങ്ങ അറിയില്ല. ആ പിന്നെ ഞാൻ നേരത്തെ ഹോസ്പിറ്റലിലായിരുന്നു ജോലി. രണ്ടും മിണ്ടായിരിക്കുന്നത്. எப்படி இருக்க? സത്യം പോട്ടെ. ഞാൻ വന്നിട്ട് കാണാന്നല്ല പറഞ്ഞേ. அதுக்கு என்ன இப்போ? അമ്മ ഇത് സന്ധ്യ. അറിയാ? രണ്ടാമത്തെ കല്യാണത്തിന് കൊല്ലി വെച്ചിട്ട് അവി നമ്മ ഭാഷ പേசுது. கோயம்புத்தூர். ആ അത് നമ്മക്കൊക്കെ കാര്യം ചോദിക്കണം. അച്ഛാ അച്ഛാ ഡയറക്ടർ ഡോക്ടർ എന്താ പറഞ്ഞേ? എല്ലാവർക്കും കാലിന് ഫ്രാക്ചർ ഉണ്ട്. ഡിസ്ചാർജ് ആയില്ലേ? ഞങ്ങൾ ഇറങ്ങാം, ഒരുമിച്ച് ഇറങ്ങാന്നാ. സാറേ ഞാൻ എപ്പോഴും ഓഡീഷൻ വരേണ്ടത്? മിണ്ടാതെ അടങ്ങി ഒതുങ്ങി വീട്ടിൽ ഇത് മാറാതെ ഇങ്ങോട്ടും പോകണ്ട. ആടാ നീ റെസ്റ്റ് എടുക്ക്. ഇതൊന്നും നോക്കണ്ടെന്ന്, ഞാൻ എപ്പോഴേലും വന്നോളാം. சொன்னா கேளு. എടാ നീ ഇതെല്ലാം മാറിയിട്ട് വാ. അപ്പോഴേക്കും ഓഡിഷൻ കഴിയില്ല സാറേ. എടാ നീ ഹെൽത്ത് നോക്ക്, അതല്ലേ ഇമ്പോർട്ടൻറ്റ്. ആടാ ചാൻസ് ഇനിയും വരുമല്ലോ, നമുക്ക് കാണാതെ ഉറപ്പായിട്ടും. ഓക്കെ വാ പോ. എന്നാ പിന്നെ എന്നെ ഇപ്പോൾ ഓഡിഷൻ ചെയ്യാൻ പറ്റുമോ? പറ്റുമോ? എടാ വണ്ടി താഴെത്തിന്നല്ലേ പറഞ്ഞ മാമാ. അമ്മാര് പിന്നെയും വന്നോ? ஆடிஷன் பண்றான். നമുക്ക് ആദ്യം ഒരു സീൻ ചെയ്ത് നോക്കാം. അതിൽ സെലക്ട് ആയ ഒരു ഫൈനൽ റൗണ്ട് ഓഡിഷൻ കൂടി ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ എന്താന്ന് വെച്ചാൽ കാര്യങ്ങൾ തീരുമാനിക്കും. ഓക്കെ ഓക്കെ സാർ. ഇത് മരിച്ചുപോയ നിന്റെ അച്ഛൻ്റെ ബുള്ളറ്റിൻ്റെ താക്കോലാണ്. ഈ വണ്ടി നിന്റെ അമ്മ എനിക്ക് വിറ്റു. ഇത് നീ എൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങണം. അതാണ് സിറ്റുവേഷൻ, മനസ്സിലായില്ലേ? എടാ മൊബൈലിൽ ഷൂട്ട് ചെയ്തു ഇരുന്ന് ചെയ്താൽ മതി. വേണ്ടമാ നോക്കാം. ആക്ഷൻ. പിരിവിനാണോ? അല്ല പിരിവിനാണ് ഇവിടെ ഒന്നുമില്ല കേട്ടോ. അല്ലാട്ടാ, ഏട്ടൻ ഇന്നലെ ഒരു ബുള്ളറ്റ് വാങ്ങിയില്ലേ, അതെന്റെ അച്ഛൻ്റെ ആയിരുന്നു. ആ ബുള്ളറ്റ് തിരിച്ചു വേണമായിരുന്നു. വണ്ടി മാത്രം മതിയോ? വീടും പറമ്പും മൊത്തം എഴുതട്ടെ? അതല്ലാട്ടാ, അച്ഛൻ്റെ ആകെയുള്ള ഓർമ്മ ബുള്ളറ്റാണ്. ഞാൻ ഈ വണ്ടിയൊക്കെ ഓടിക്കാൻ പഠിച്ച അതിലാണ്. സ്കൂളിലൊക്കെ പോയിക്കൊണ്ട് സെന്റ് അടിക്കല്ലേ. ഇന്നലെ ബൈക്ക് വിറ്റപ്പോ ഇതൊന്നും ഓർത്തില്ലായിരുന്നോ? ഇപ്പൊ ഏട്ടാ, അമ്മ എന്റെ വിസക്കുള്ള കാശിന് വേണ്ടി വിറ്റതാ ബുള്ളറ്റ്. ഏട്ടാ തന്നെ മൊത്തം കാശ് ഞാൻ തിരിച്ചുതരാം പ്ലീസ്. അതെന്റെ മോനെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു കൊടുത്ത ബൈക്കാ. അതിനി അവന്റെ തിരിച്ചു വാങ്ങിക്കാന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഏട്ടാ മോനെല്ലാം സൂപ്പർ വണ്ടി വാങ്ങിച്ചരാ. അതെ വേറൊന്നുമല്ല, ആ വണ്ടിക്ക് എഞ്ചിൻ ലീക്ക് ഉണ്ട്, നല്ല പണി വരും. ലീക്കല്ലേ? അത് ഞാൻ അടച്ചോളാം. തമ്പയെ ചേട്ടാ 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 ഈ കാശ് ഞാൻ തിരിച്ചെന്ന് എനിക്ക് വിസ കിട്ടൂല. എന്നിട്ട് അതൊക്കെ ചെയ്യണമെങ്കിൽ എനിക്ക് ആ വണ്ടി അത്ര ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ. മോന് ഗിഫ്റ്റ് വേറെ കൊടുക്കാലോ. പക്ഷെ അച്ഛനൊന്നല്ലേ ഉള്ളൂ ഏട്ടാ. ഏട്ടാ നന്നായിക്കാട്ട് കൂടുതൽ കാശ് ഞാൻ തരാം. എന്നാ താനൊരു കാര്യം ചെയ്യും, എനിക്ക് ഒരു 1 കോടി രൂപ പറ്റുമോ? പറ്റില്ലല്ലോ? എന്നാ പിന്നെ അത് മറന്നേക്ക്. ഏട്ടാ ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അച്ഛൻ മരിക്കണം. ഞങ്ങൾക്ക് സ്വന്തം എന്ന് പറയാൻ അച്ഛൻ്റെ ആ ബൈക്ക് മാത്രമേ ഉള്ളൂ, ഒരു ഫോട്ടോ പോലും ഇല്ല. ഇപ്പം അതില്ലാതായപ്പോ ഉള്ളിലൊരു വിങ്ങല. പ്ലീസ് ഞാൻ വേണ്ടി നിങ്ങളുടെ കാലം. ഇത് വലിയ ശല്യമായല്ലോ. താനൊന്ന് ഇറങ്ങി പോവോ? താനെന്ത് കണ്ണീച്ചോരില്ലാത്ത ആളാണോ? എന്റെ അച്ഛൻ മരിച്ചത് ആ വണ്ടിയിലിരുത്താണ്. എന്റെ അളിയനെ വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോൾ അറ്റാക്ക് വന്ന് മരിച്ചത്. എടാ വണ്ടി ബാൻഡ്രേക്കാണോ? ബാൻഡ്രേക്ക് അതല്ല വണ്ടി എടുക്കാണ്ട് വീട്ടിൽ വെറുതെ വെച്ചേക്കണ്. മര്യാദക്ക് എന്റെ വണ്ടി തിരിച്ചു തന്നോ? അല്ലെങ്കിൽ തന്റെ മോനെ മരിക്കാൻ വണ്ടി ഇടിച്ച് സ്വന്തം മോനെ ചാകാൻ വിട്ടിട്ട് താൻ എന്തൊരു അച്ഛനാണോ? കുറച്ചൊക്കെ ബോധം കാണിക്കും. ഫൈനൽ റൗണ്ടിൽ കാണാം. നീ ഇതെല്ലാം മാറിയിട്ട് വാ.
സന്തോഷമായി நல்லா பண்ணு സന്തോഷമായി സൂപ്പറാ കൊള്ളാടാ. വാ പോവാ. പിന്നെ അവരെന്താ പറഞ്ഞേ? ഒരു റൗണ്ട് കൂടി ഉണ്ട്, അതും കൂടി കഴിയണം. ഓ കിട്ടില്ല വിചാരിച്ചോ? അപ്പൊ കിട്ടും. കിട്ടും. ഹായ് നമസ്കാരം, എൻ്റെ ഒരു ജ്യോതിഷ് കെ. ചെറുപ്പം തൊട്ടേ ഞാൻ ഒരുപാട് സിനിമകൾ കാണാറുണ്ട്. അതുപോലെ തന്നെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത്. എന്താ ആക്ടർ. സിനിമയിൽ അഭിനയിക്കണം. ഒരു പണിയില്ലാത്തവന്മാർ സ്ഥിരം പറയുന്ന ഡയലോഗ് സിനിമയിൽ അഭിനയിക്കുകയാണ്. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു, ലൈഫിൽ ആദ്യമായിട്ട് ഒരാളുടെ മുഖത്തേക്ക് ഇത് ഞാൻ പറയണം. എനിക്കങ്ങനെ പറയാൻ പറ്റുമെങ്കിൽ ഞാൻ ഒരു ആക്ടറാവും. அவரும் இருக்காரா, ஃப்ரெண்டு வந்துருக்காரு. ഇതൊരു അവസാനമല്ല, അവസരമാണ്. സ്വയം വിശ്വസിക്കാനുള്ള അവസരം, തോറ്റുകൊടുക്കാതെ മുന്നോട്ട് പോകാനുള്ള അവസരം. அருமையான ஒரு மூவி. நல்லா இருந்தது. என்னன்னா வெற்றி நடுவில் சொன்ன மாதிரி தான் ஒரு 5 நிமிஷம் அந்த அந்த 5 மினிட்ஸ் எடுத்து வச்சுங்க. ஹாப்பினஸ், சேட்னஸ், ஒரு ஆங்கிரி எல்லாத்தையும் காட்டிட்டானுங்க. அதே மாதிரி படம் ஃபுல்லாவே அந்த மாதிரி தான் இருந்துச்சு. இல்லை ரியல் லைஃப்ல யோசிச்சாலும் அந்த மாதிரி நடக்கும். இன்னைக்கு பேசியிருந்தாலும் இல்லாமல் போகலாம். அடுத்த செகண்டே கூட. ஆனால் நான் சும்மா தாண்டா சொன்னேன், நெஞ்சு சொரிஞ்சிட்டே இருந்தாருன்னு சொன்னாங்க. இனிமேல் யாருன்னா ஆட்ட அப்படின்னு ப்ரோ ப்ரோ உட்கார தண்ணி விடுமா கேட்டுது எக்ஸ்பெக்ட் பண்ணவே இல்லை. ஒவ்வொருத்தரோட ரோலுமே நல்லா இருந்துச்சு. சின்ன சின்ன ரோல் பண்ணவங்க கூட நல்லா இருந்தாங்க. ஃப்ரெண்ட்ஸ் ரோல்லாம் செம்மையாக இருந்தது. ஆனால் அதெல்லாம் வந்து எக்ஸ்பெக்ட் பண்ணவே இல்லை நான். ஏன்னா சும்மா ஜாலியாக சுற்றி நின்றானுங்கன்ற மாதிரி கட்சியில் வந்து எல்லாம் கடைசி வரைக்கும் இருந்தாங்க ப்ரோ. அதுதான் படம்னு எடுத்துன்னு வச்சுக்கேன். எனக்கு தெரிஞ்சு ஒரு 12 கேரக்டரு, 13-15 பேர் தான் படத்துல மொத்தமாவே எல்லாருக்கும். ஆனால் ரோல் இருந்தது. அந்த கடைசியாக வந்து அந்த டேரக்டர் வரைக்குமே சும்மா டேரக்டர் வந்து உட்கார வச்சு ஆடிஷன் மட்டும் நல்லா பண்ணப்பா அடுத்த வாட்டி பார்க்கலாம் அப்படின்னு சொல்றது. அவருக்கும் ஒரு டைலாக் அங்கே வச்சு சீனுக்கு ஒன்று வச்சிருந்து. ஆனால் அவர் கடைசியாக சொன்ன டைலாக் தவிர்த்து அவன் திரும்பி அந்த பைக்கை கொடுத்துட்டு போகிற வழியே இல்லை. ஏன்னா நீ எது சொல்லியிருந்தாலும் இது பண்ணிடலாம். ஆனால் அவன் ஸ்பாட்டில் ரெடி பண்ணி சொன்னான் பாரு. சூப்பராக எல்லாருக்குமே வந்து பர்ஃபார்மன்ஸ் சூப்பராக இருந்துச்சு. ஏன்னா அந்த சுமதி வளைவோட இது நல்லா சூப்பராக இருந்துச்சு. ஓகே, இது மாதிரியே ஒரு படம் கொடுத்துருந்தாருன்னா அவரு இது ரொம்ப சட்டிலாக இருந்ததுடா. ரொம்ப எமோஷன் ஹைப்பும் இல்லை, ரொம்ப ஆங்கிரி ஹைப்பும் இல்லை, எதுவுமே இல்லை. ஆனால் படம் அப்படியே சட்டிலாக அப்படியே போயிட்டு சட்டிலாக க்ளீனாக இருந்துச்சு. எதுவுமே வந்து தேவையில்லைன்ற மாதிரி எனக்கு ஃபீல் ஆகல. எந்த 2 ஹவர் எனக்கு போனதே தெரியல. எந்த சீனுமே தேவையில்லை அப்படின்ற எல்லா சீனுமே கொஞ்சம் எனக்கு தெரிஞ்சு அவர் லைஃப்ல 2 பேர் தான்டா. ஒன்று அந்த பொண்ணு, இன்னொன்று அந்த ஆக்டிங் ஆடிஷன் ஃப்ரெண்டு. அந்த 2 பேர் மட்டும்தான் ஜட்ஜ் பண்ணாம பார்த்தாங்க. அம்மா முதல்ல சொல்லிட்டாங்க. ஆனால் அது எனக்கு தெரிஞ்சு ஆட் பண்ணிடுறாங்க. அது நல்லா தெரிஞ்சுது. பையன் இதுக்காக வீட்டுக்கு போகிறது வந்து ஒன்றும் நல்லா இது பண்ணுவோம். ஃப்ரெண்டு ஃபர்ஸ்ட் சீன் பார்த்தியா, ஜஸ்ட் இப்படி பார்த்தாரு, கொஞ்ச நேரம் யோசிச்சாரு. இல்லை ப்ரோ உங்க ரெஜிஸ்டர் பண்ணிட்டு தான் போனோம் அப்படிதான் யோசிச்சாரு. ஒரு செகண்ட் பார்த்தாரு. ஆனால் பொண்ணு மட்டும் தான் நினைக்கிறேன். அதுக்கப்புறம் அவரும் எதுவும் இதுவெல்லாம் பார்க்கல. அவரும் ஃபர்ஸ்ட் யோசிச்சாரு. ஆனால் அதுக்கப்புறம் எல்லாத்தையுமே இந்த மாதிரி ஆடிஷன் நானும் வந்துக்கிறேன், நான் நீங்களும் போயிட்டு இது பண்ண மெசேஜ்லாம் அனுப்பிச்சிட்டு கடைசி வரைக்கும் கடைசியில் படத்துலையும் அவங்க விடாம முயற்சி பண்ணினே இருந்தாங்க. இல்லை அதுதான் சொல்கிறேன், எல்லாருக்கும் எல்லா கேரக்டருக்குமே இருந்ததுடா. அந்த ஃப்ளாஷ்னு ஒருத்தர் கூப்பிட்டுருந்தாங்க, மின்னல். அவருக்கு கூட வந்து வச்சுருந்தாங்க, டேய் நான் உங்க மின்னல் கூப்பிட்றதுக்கு நீ வேகமாக ஓடுறதுனாலடா, உங்க கலாய்க்கிறதுக்கு இல்லை, வேற எதனா பேர் வச்சுக்கிட்டு அந்த இந்த சீன் நல்லா இருந்தது. கார் ஃபைட் வந்து அது இதுவா 7 ஸ்டோர்ஸ் அது மச்சான் மேல இருந்து கார் கண்ணாடி வச்சாரு. அதெல்லாம் ஹைலைட் ஆயப்பா. நான் அது எக்ஸ்பெக்ட் பசங்க அடிச்சிருப்பாங்கன்னு நினைச்சேன். ஆனால் மேலேருந்து கார் வச்சு அவரு நீ சொன்ன மாதிரி தான் சார், நீங்கள் வந்து துணி எடுத்துகிட்டு போகிறீங்க அது மட்டும் தான் சொல்லிக்கிறாங்க போல் அவர்கிட்ட. அவர் அஷ்டு கேஷுவலாக தியேட்டரில் பயங்கரமாக இருக்காங்க. அது அதே மாதிரி அவங்க ஃப்ரெண்ட்ஸு அந்த பொண்ணு வீட்டுக்கு ஃபர்ஸ்ட் வரும்போது கூட கரெக்டாக ஆச்சுக்கிறப்பா, மார்க்கு கரெக்டாக வந்து நெத்தி போட்டு தெரிச்சிருச்சு. நல்லா சூப்பர்.
அப்பா அம்மா கேரக்டர் தேவதர்ஷினியா நல்ல ஒரு ரோல் அப்படி. ஆனா ஒண்ணே ஒண்ணு என்னன்னா அவங்க வாய்ஸ் கொடுத்தா இன்னும் வேற வாய்ஸ் அவங்க பேசி இருப்பாங்க கண்டிப்பா. இந்த செட்டா இருக்காதுன்னு நினைக்கிறேன். ரொம்ப கஷ்டப்பட்டு பேசுற மாதிரி இருக்கு. இவரு திலக் பேசுவாரு. அப்பாவும் எல்லா கேரக்டருமே சூப்பரா பண்ணுவாங்க. ஆனா லைட்டா கொஞ்சம் நான் சிங் ஆயிட்டேன்னா திடீர்னு விக்ரம் படம் வந்து திடீர்னு பார்த்தா இங்க இவ்வளவு தூரம் வந்துட்டு கோட் லைஃப் பண்றானுங்க. அவங்க பார்த்தா ரீரிலீஸ் ஆயிடலாம். ஒன்றும் இது இல்லை தலைவர் சுஷின் சார் இப்போ சொல்லணும்னு வந்து நான் சுஷின் சார் பர்ஃபார்மன்ஸ் எல்லாம் எந்த ஆங்கிள் சுஷின் சார் நான் காட்டுறேன். போயிட்டு நம்ம தான் தப்பா புரிஞ்சு மாட்டே. அது பக்கத்துல எனக்கு அவர் பார்த்தோன்னே அந்த இந்த வீடு எப்படா இருக்கா அப்படிதான் எப்படி இருக்கா பார்த்து அது ஓகேடா. பட் டக்கு கெட்டப் பார்த்துட்டு வந்தோன்னு நான் சிரிச்சேன். ஏன்னா தட்டத்தின் மரத்துல இந்த மாதிரி ஒரு கேமியோ கொடுத்தாருல பார்த்தல அதுல கட்ட மீசை வச்சிருந்தாரு, தாடியில வச்சிருந்தாரு. ஃபங்கியா இருந்துச்சு. நான் இவன் சரி எனக்கு உனக்கு தான் தெரியல, நான் அந்த கேரக்டர் பேர் தெரியாது, அந்த ஆக்டரோட பேர்லாம் ஞாபகம் வச்சுக்க மாட்டேன் நான். ஏதோ கொஞ்சம் தான் இவன் திடீர்னு சொன்னேன்னு சிரிச்சு ஒருவேளை அவரு தான் அந்த பத்துல நச்சுக்கிறாரோ அப்படின்னு யோசிக்க ஆரம்பிச்சிட்டேன் நான். அப்புறம் தான் வெற்றி சொன்ன அப்புறம் ஓகே அப்ப நம்ம கரெக்டா தான் நினைச்சுக்கிறேன், இவன் தான் தப்பா சொல்லிட்டான். மெசேஜுமே வந்துச்சுன்னு நினைக்கிறேன் தனியா. இல்ல ஆனா இது வந்து என்னன்னா படத்துல வந்து சிம்பிள் தான், உனக்கு ஒரு விஷயம் வேணா ஃபாலோ பண்ணு அவ்வளவுதான். அது நல்லா இருந்தது. எம்எஸ் டோனி சீன் மாதிரி ஒரு சீன் சூப்பரா இருக்கு. திருசூர் ரெடிப்பா போனோம் எல்லாரும் வந்து சொல்லிட்டு இருந்தாங்க. அடுத்த ஷாட்டே வச்சாங்க பத்தி அவர் போயிட்டாரு, ஏறி போயிட்டாரு. இல்ல எனக்கு அதுல இன்னொரு விஷயம் எனக்கு அதுல என்ன ரொம்ப பிடிச்சிருந்ததுன்னா எம்எஸ் தோனி மாதிரி அப்படி ஸ்லோ மோஷன்ல ஓடி போய் அந்த பஸ்ல ஏறதுக்கு பதில் அழகா பஸ் ஒரு இடத்துக்கு போகுது, அதுதான் ஓகே நம்மளுக்கு அண்டர்ஸ்டாண்ட் ஆயிடுச்சு. அவர் பஸ் ஏறிட்டாரு. ஃபர்ஸ்ட்ல இருந்தே ஓவரா பண்ணிருந்தால அந்த ஆடிஷன் வந்து அடிச்சார்ல லாஸ்ட்ல அவரு ஒரு காட்டியிருந்தோம் படத்துல நடிச்சிட்டாரு. அவரு ஒரு சீன் இல்ல அவனை தூக்கி போய் அடிப்பாங்க நினைச்சேன். தூக்கி சாப்பிடுறான்னு நமக்கு தெரியும் பொழுது அதனால தான் பண்ண விடாம பண்ணிருந்தாரு செஞ்சுட்டு இருக்கு போல. அதுவும் இல்லாம ஸ்டார்டிங்ல இருந்தா ஒரு மாதிரி தான் பார்த்துட்டு இருந்தாருல. ஒன்னே ஒன்று தான் வந்து கூட்டிட்டு 500 ரூபா கொடுத்து ஆடிஷன் பண்ணாங்க. அங்க போயிட்டு அவங்களுக்கு சம்பளம் தருவாங்களா? என்னது எது சம்பளம்? இவர் ஆடிஷன் போவோம் 500 கொடுத்தாரா, கொடுத்துட்டு கேட் பாஸ் வந்தா பேட்டா தரும், சாப்பாடு பேட்டா தரும். அதான் நான் பயந்துட்டேன், என்னடா நம்ம நடிக்கிறதுக்கு நம்மள கொடுத்துட்டு போனோம். ஏடி நிறைய ஆடிஷன் வச்சுக்கிறாரு. அந்த வீடியோ நாங்கள் அப்புறம் காட்டுறோம். அதுவா வந்து நல்ல மூவி. தலைவராவா டெஸ்டினினா எதுவா காமெடிஸ்லாம் கூட சூப்பராக செட் ஆயிருக்கு. எல்லாமே புரிஞ்சுது. கொஞ்சம் தமிழ் வருச்சு. இல்ல தமிழ்ல இல்ல மலையாளம் பேசுறது கூட நல்லா இருந்தது. ஃபாதரோட காமெடிலாம் கரெக்டாக சிம்பிள் இருந்ததுடா. அவரு வந்து அம்மா விஜய் சேதுபதி படம் வந்து 5 டிக்கெட் போடு. நைஸ் மூவி. எனக்கு ஒரு இடத்துல வந்து பொண்ணு அவங்க அம்மாவை வந்து அவ்வளோ இது பண்ணல, என்ஜாய் பண்ண அப்படின்னு தான் இருந்துச்சு. ஸோ நைஸ் மூவி. கமெண்ட்டுக்கு வந்து ஒர்த்து தான் லேட்டஸ்ட்ல. ஆனால் வந்து நான் இன்னொன்று சொல்லிக்கிறேன், இது சொன்னால் ஏன் இதை தேட்டரில் நீங்கள் மிஸ் பண்ணிட்டீங்க, எல்லா பற்றியும் தேட்டரில் பார்க்க முடியாது. இது வந்ததே எனக்கு தெரியல ஃபர்ஸ்ட்டு. அதுதான் அது மட்டும் தான், அது டிஸ்க்ளைமர் போட்டுக்கிறேன் நான். ஸோ கைஸ் நம்ம இந்த வீடியோவில் பார்க்கலாம்.